നേരം പുലരാണല്ലേ. നേരം പുലരുമ്പോ എന്താ ചൊല്ലുന്നത്? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ആർക്കും ഇത് അറിയില്ല എന്ന് വിചാരിക്കുക. ഉണർന്ന ഉടനെ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചോനെ, നീ എന്നെ വിട്ടില്ലേ. കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സ്വാലിഹീൻ. അങ്ങനെ കിടന്നുറങ്ങിയവനാണ് മുസ്ലിം. അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി അല്ലാഹ്. അല്ലദീ അഹ്യാനാ, നീയാണല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ മടക്കിവിട്ടത്. ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം. ഞങ്ങൾ മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ. ഓർമ്മ ഉണ്ടായിട്ടില്ല എവിടെയാണ് ഞാനെന്ന്. നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു. അങ്ങനല്ലേ പറയാം. അല്ലാഹുവേ നീ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ. വഇലൈഹിൻ നുശൂർ, ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ടു ഓടാൻ പോവല്ല. അവസാനം ഈ ജീവൻ അല്ലാഹു തിരിച്ചെടുക്കുകയും വഇലൈഹിൻ നുശൂർ, അവസാനത്തെ മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ. നിനക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല, നീ എന്നെ പിടിക്കും. പക്ഷെ ഇന്ന് നീ എന്നെ വിട്ടെന്നില്ലേ. അൽഹംദുലില്ലാഹ് 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 എന്ന് ചൊല്ലാതെ മക്കൾ ഉണരരുത്. ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങി എണീക്കുകയാണ്. തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കുകയാണ് കുഞ്ഞിനെ. ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അൽഹംദുലില്ലാഹ്. കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ്. ഉമ്മ പറയണം ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് അല്ലാഹുവേ ബിസ്മിക റബ്ബി, നിന്റെ നാമത്തിൽ എന്റെ ശരീരം ഞാൻ കിടത്തുകയാണ്. അല്ലാഹ് വദഅതു ജംബി, എന്റെ പാർശ്വഭാഗം, എന്റെ സൈഡ് എന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് കിടക്കണത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തിന്റെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബേ. നീ എങ്ങാനും എന്നത് ഉയർത്താൻ അനുവദിച്ചാൽ മാത്രമേ അല്ലാഹുവേ എനിക്ക് എന്റെ ശരീരത്തെ ഉയർത്താൻ പറ്റൂ. നീ എന്റെ റൂഹിനങ്ങ് പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഈ ഉറക്കത്തിൽ നീ എങ്ങാനും എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ ചൊല്ലി കിടക്കുന്നത് എന്തൊരു ദിക്റാണ്. നാളെ നേരം പുലരുമ്പോൾ നീ എന്റെ റൂഹിനെ തിരിച്ചുവിടുകയാണെങ്കിൽ, ഉറക്കത്തിന് എഴുന്നേൽക്കാൻ എപ്പോഴെങ്കിലും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കണേ എന്നെ. നീ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നത് നിന്റെ സജ്ജനങ്ങൾ ചെയ്യുന്ന പണിയാക്കി തരണമേ. അങ്ങനെ പറഞ്ഞു കിടന്നതാ. എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് കിടന്നുറങ്ങാൻ പോകുമ്പോ വുദൂ ചെയ്യണമെന്ന് പറയാൻ കാരണം. നിസ്കരിക്കാൻ എന്ന വണ്ണം നീ വുദൂ ചെയ്തിട്ടേ കിടന്നുറങ്ങാൻ പോകാവൂ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ സംശയം, അല്ല ഉസ്താദേ, ഈ കല്യാണം കഴിച്ചവരൊക്കെ ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദൂ എടുത്ത് പോയിട്ട് എന്താ തൊട്ടാ ഒന്ന് മുറിയില്ലേ? നമ്മൾ ഷാഫി മദ്ഹബ് അതല്ലേ? ആ മുറിയും. അപ്പൊ എന്റെ ചോദ്യം, അല്ല ഉറങ്ങിയാ മുറിയില്ലേ? ഉറങ്ങിയാലും മുറിയും. പിന്നെ എന്തിനെ വുദൂ എടുക്കാൻ പറഞ്ഞത്? ഉറക്കത്തിലായി വുദൂ വേണമെന്നല്ലല്ലോ ഹബീബ് പറഞ്ഞു. ഇദാ അതൈത മദ്ജഅക, കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് വുദൂ വേണം. മതി. അപ്പൊ വുദൂ ഉണ്ടോ? വുദൂ എടുത്തിട്ടാണോ വന്നത്? മതി. പിന്നെ മുറിഞ്ഞു, ഉറപ്പല്ല ഉറങ്ങിയാ മുറിയുന്നു. ഇതിനൊന്നും കുഴപ്പമില്ല. നീ കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ വുദൂ വേണം. നിന്റെ കടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ വുദൂ ചെയ്യണേ. തവല്ലഉ വുദൂഅക ലിസ്സലാഹ്. എന്തിനാന്നറിയോ? അല്ലാഹുവിന്റെ മാലാഖമാർ ഉറക്കത്തിലെങ്ങാനും റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വുദൂ ചെയ്ത ശരീരത്തിൽ നിന്നാണ് അത് കൊണ്ടുപോകുന്നത്. ആ ശരീരത്തിന് പുണ്യമുണ്ട്, ആ മരണത്തിന് ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കും. എണ്ണീറ്റ് കഴിഞ്ഞു, ബാത്റൂമിലേക്ക് പോണല്ലേ? ഏത് കാലം ഉള്ളിലേക്ക് വെക്കേണ്ടത്? ഇടത് കാലം. നമുക്കറിയാലോ. തിരിച്ചു വരുമ്പോ വലത്ത് കാലം. വസ്ത്രം മാറുന്നുണ്ട്,
വസ്ത്രം ധരിക്കുമ്പോ ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം? വലത് ഭാഗത്ത് നിന്ന്. ആദ്യ ഷർട്ടിന്റെ വലത് കൈയുടെ കൈയുണ്ട്. വസ്ത്രം അഴിക്കുമ്പോ ഇടത്തെ കൈ ആദ്യം അഴിക്കുക, ഇടത് കാൽ ആദ്യം അഴിക്കുക, ഇടത് ഷൂ ആദ്യം ഊരുക. ധരിക്കുമ്പോ വലത്തെ ഷൂ ആദ്യം ധരിക്കണം. ഇതൊക്കെ സുന്നത്തല്ലേ? മുടി വാർന്നു വെക്കുകയാണ്. ആണും പെണ്ണും മുടി വാരുന്നുണ്ട് അല്ലേ? മല്ലഹു ഷഅറൻ ഫൽയുക്രിം. ആർക്കൊക്കെ മുടിയുണ്ടോ അവരാ മുടിയെ ബഹുമാനിക്കണമെന്ന്. ആ മുടിയെ ഒന്ന് മാന്യമായി കൊണ്ടടക്കണം. മുടി വാർന്നു വെക്കണം. വാർന്നു വെക്കുമ്പോ വലത് ഭാഗം തുടങ്ങുക, പിന്നെ ഇടത് ഭാഗം. കുളിക്കാൻ വേണ്ടി കയറിയ ബാത്റൂമിലേക്ക് വെള്ളം ഒന്നായിട്ട് ഒഴിക്കണ്ട, വലത് സൈഡിലേക്ക് ആദ്യം ഒഴിക്കുക. തലയിന്റെ വലത് ഭാഗം, ഇടത് ഭാഗത്തേക്ക് പിന്നെ. അങ്ങനെ വലതിനെ മുന്തിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഹിബ്ബു തയാമുൻ ഫീ ശഅനിഹി കുല്ലിഹി ഫീ തനഉലിഹി വതറജ്ജുലിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും, മുടി ചീകി വെക്കുമ്പോൾ പോലും വലത് ഭാഗം മുന്തിക്കൽ ഇഷ്ടമായിരുന്നു എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് അവരുടെ സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അത് ചെയ്യാൻ മറക്കല്ലേ. ദിവസം ആരംഭിക്കുകയാണ്. സുന്നത്തുൽ ഫജ്ർ ഉണ്ട്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേൽക്കൽ. വളരെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും അലി റളിയല്ലാഹു അൻഹുവിനോടും ചെന്നൊരിക്കൽ പറഞ്ഞു പോയിട്ടുണ്ട്, അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? സുബ്ഹിന്റെ മുമ്പാണ്, തഹജ്ജുദ് നിസ്കരിക്കണില്ലേ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു തമാശയിൽ ഒരു മറുപടി പറഞ്ഞു അവിടെ. അതാണ് വലിയ രസം. അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ അൻഫുസുനാ ബിയദില്ലാഹ്, നമ്മുടെ ശരീരത്തിന്റെ റൂഹുകളൊക്കെ അല്ലാഹുവിന്റെ കയ്യിലല്ലയോ നബിയേ. ഫഇദാ ശാഅ യബ്അഥഹാ ബഅഥഹാ, ആ റൂഹ് അല്ലാഹു തന്നാലല്ലേ നബിയെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തരാൻ എങ്ങനെ നബി എഴുന്നേൽക്കുക? ആര് പറഞ്ഞു? അലി റളിയല്ലാഹു തആല. ഒരു തമാശ പറഞ്ഞത്, അമോഷനല്ലേ. എഴുന്നേൽക്കാൻ കുറച്ച് വൈകി പോകുന്നുണ്ടാവും. പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ഉറക്കത്തിന് എഴുന്നേൽക്കണമെങ്കിൽ റൂഹ് കിട്ടേണ്ടത് അല്ലാഹു പിടിച്ചു വെച്ചതല്ലേ, അല്ലാഹു തന്നാലല്ലേ. ഫസമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ കേട്ടു. വഹുവ യഖൂൽ വയദ്രിബു അലാ ഫഖദിഹി, നബി തങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, കാലിന്റെ തുടയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ വാക്കാണ്, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണല്ലോ. മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണ്. എഴുന്നേൽക്കാൻ നബിയെ, ഞാൻ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു വിട്ടാലല്ലേ നബി എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഹഖീഖത്തുണ്ട് അതിൽ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്നുവല്ലോ. അലി തങ്ങൾ എഴുന്നേൽക്കാറുണ്ട്, ഫാത്തിമ ബിബിയും എഴുന്നേൽക്കാറുണ്ട്. യാ അലിയു യാ ഫാത്തിമ ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈൻ ഖബ്ലൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പ് 2 റകഅത്തെങ്കിലും നിസ്കരിക്കണേ എന്ന് എന്നും പറഞ്ഞു പോകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും ഇദാ ഹുവ നാമ 3 ഉഖദ്, 3 കെട്ടുകൾ പിശാച് തലയിൽ കെട്ടിവെക്കും. യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും, 3 നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. 3 നോട്ട്സ്, നോട്ട് എന്ന് പറഞ്ഞാൽ KNOT, 3 കെട്ടുകൾ. ചെറിയ കുട്ടികളെ കണ്ടാൽ പേടിച്ചു പോകുന്നത്, വലിയവരൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥമാണ് പറയുന്നത്. 3 നോട്ട്സ്, 3 കെട്ടുകൾ. നിങ്ങൾ ഉറങ്ങിയാൽ പിശാച് തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. നേരം വെളുത്ത് മടിയനാകുന്നത് എങ്ങനെയാണ്, നേരം വെളുത്ത് ഉന്മേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് പഠിപ്പിച്ച ഹദീസാണിത്. മുത്തഫഖുൻ അലൈഹി, ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. നിങ്ങൾ ഉറങ്ങുമ്പോ 3 കെട്ടിടുന്നുണ്ട് പിശാച്. ആണിന്റെ തലയിലും പെണ്ണിന്റെ ഇൻവിസിബിൾ നോട്ട്സ്, നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ്. അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, നീ ഉറങ്ങിക്കോ, ഒരുപാട് നേരം ഇനിയുണ്ട്. നീ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഒരുപാട് നേരമുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കാണും, ഒരു 3 മിനിറ്റ് എങ്ങനെ ഉള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്ലീപ് സ്ലീപ്, യു ഹാവ് നോ ടൈം ടു സ്ലീപ്, ഗോ ബാക്ക് ടു സ്ലീപ്, ഗോ ബാക്ക് ടു, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറയും. വലിയ അത്ഭുതം. ഖളായി കഴിഞ്ഞാൽ എഴുന്നേൽക്കും ചെയ്യും അങ്ങനത്തെ ആൾക്കാർ. അതുവരെ ഉറങ്ങും. ഖളായി 1 മിനിറ്റായി അപ്പോൾ എഴുന്നേറ്റു, ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കാരം ഖളായല്ല.
നീ ഉറങ്ങിക്കോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ഉണരുകയും അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ അതിലെ ഒരു കെട്ടങ്ങട്ട് അഴിയും. ഒരു കെട്ടഴിയും. എന്താ ചെയ്യണം? എഴുന്നേറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഫഇൻ തവല്ല വുദു എടുത്താൽ രണ്ടാമത്തെ കെട്ടഴിഞ്ഞു. മൂന്നാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം. നിസ്കാരം കൂടെ കഴിഞ്ഞാൽ 3 കെട്ടുമഴിയും. ഒന്നഴിയാൻ ദിക്ർ ചൊല്ലണം, രണ്ടാമത്തേതഴിയാൻ വുദു എടുക്കണം, മൂന്നാമത്തേതഴിയാൻ നിസ്കരിക്കണം. ഈ 3 കെട്ടുമഴിഞ്ഞാൽ ആ ദിവസം അവൻ ഉന്മേഷവാനാണ്. ത്വയ്യിബൻ നഫ്സ്, മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ. ഈ 3 കെട്ടുകളും കഴിഞ്ഞിട്ടില്ല. ഉണർന്നപ്പോ ആകെ പറഞ്ഞത് ഉമ്മ ചായ തരുന്ന ആദ്യം പറഞ്ഞ അതാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല, വുദു എടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, മടിയനായി മോശപ്പെട്ടവനായി മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അയാൾ എഴുന്നേൽക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തിന്റെ ആരംഭം ഉന്മേഷം വേണോ? അത്രേ വേണ്ടൂ. നമുക്ക് റെഡ് ബുൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ദിക്ർ ചൊല്ലി വുദു എടുത്തു, നിസ്കരിച്ചു. ആ ദിവസം പെർഫെക്റ്റ് ആണ്. അല്ലാഹു സഹായിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, നബി, ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ ഉറങ്ങാണ്, ഉറക്കോട് ഉറക്കാണ്. ഹത്താ യുസ്ബിഹ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണരുള്ളൂ. അങ്ങനത്തെ വലിയ ഉറക്കമുള്ള ആളാണ്. ഫഖാൽ, എന്താ മറുപടി എന്നറിയോ? ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നിഹി, അയാളുടെ ചെവിയിൽ പിശാച് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മനുഷ്യനാണ് അയാൾ. നേരം പുലർന്നിട്ടാണ്, സുബഹി ഖളാ ആയിട്ടാണ് ഒരാൾ എഴുന്നേൽക്കുന്നത്. ചെവിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട് പിശാച് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് പറയാൻ, ഇനി ലോകത്തെ എനിക്ക് സന്തോഷം തരാൻ ബാക്കിയുള്ളത് 3 വിഷയങ്ങളെ ഇനി സന്തോഷം തരുന്നുള്ളൂ. മൊബൈൽ ഫോണല്ല, കാറല്ല, വീടല്ല, ജോലിയല്ല, ഒന്നുമല്ല. എന്താ സന്തോഷം എന്നറിയോ? ലോകത്തെ വലിയ സന്തോഷം ഖിയാമുൽ ലൈൽ, രാത്രിയുള്ള ആ ഒരു നിസ്കാരം, അതിന്റെ ഒരു സന്തോഷം. രാത്രിയിലെ നിസ്കാരം. വലിഖാഉൽ ഇഖ്വാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ്, അല്ലാഹുവിലേക്ക് സഹായിക്കുന്നവർ. കള്ളുടിക്കാൻ കൊണ്ടുപോകുന്നവരല്ല, തോന്നിവാസത്തിന് വ്യഭിചാരത്തിന് കൊണ്ടുപോകുന്നവരല്ലേ, അല്ലാഹുവിൽ സഹായിക്കുന്ന കുറെ സുഹൃത്തുക്കൾ. വസ്സലാത്തു ഫിൽ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കലും, ജമാഅത്തായുള്ള നിസ്കാരം, നല്ല മുഅ്മിനീങ്ങളായ കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ രാത്രിയിലെ നിസ്കാരം. ഇത് 3 മാത്രമാണ് ഇനി ലോകത്ത് ആനന്ദമായി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. ആനന്ദം പറയണം. നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേൽക്കണം. മുസ്ലിമിൻ ഈ ചെയ്യുന്ന പണി ഇന്ന് യൂറോപ്യന്മാർ ചെയ്യുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അതൊക്കെ നിർത്തിവെച്ചു. ഏറ്റവും കൂടുതൽ നിശാ ക്ലബ്ബുകളും അതുപോലെയുള്ള രാത്രി ഉറക്കഴിക്കുന്ന ക്ലബ്ബുകളൊക്കെ ഉള്ളത് ഇന്ന് അറബ് മുസ്ലിം ഗൾഫ് രാജ്യങ്ങളിലാണ്. പറയാതിരിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ രീതി, നമ്മുടെ ഡയറ്റ് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. സുബഹിക്ക് എഴുന്നേറ്റു, നീ നാസ്ത കഴിച്ചോ, നിസ്കാരം കഴിഞ്ഞു, ആ നേരത്തെ നാസ്ത കഴിച്ചു. കാരണം ഫാസ്റ്റ് ചെയ്യല്ലേ, ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ. നമ്മുടെ നാസ്തയുടെ പേരെന്താ? ബ്രേക്ക്ഫാസ്റ്റ്. നോമ്പിന് എന്താ പറയാ ഇംഗ്ലീഷില്? ഫാസ്റ്റിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നോമ്പിനെ മുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ തിന്നാതെ ഭക്ഷിക്കാതെ കിടന്നതല്ലേ, അതുകൊണ്ട് ആ നോമ്പിനെ മുറിക്കുകയാണ്. ആരെ പറ്റി ഈ പറയണത്? രാത്രി 11 മണിക്ക് 10 തിന്ന് കിടന്ന മനുഷ്യനെ കുറിച്ചല്ല ഈ പറയണത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ തിന്നൂല രാത്രി. ഇദാ ഹദറത്തിൽ ഇശാഉ വൽ അശാ ഫബ്ദഉ ബിൽ അശാ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാന് വാങ്കൊടുത്തും ചെയ്തു, അശാ വരികയും ചെയ്തു. അശാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നർ, രാത്രി ഭക്ഷണം. ഇശായിന് വാങ്കൊടുത്തു, അശാ വന്നിട്ടുണ്ട്, ഭക്ഷണമുണ്ട്, വിശക്കുന്നുണ്ട്. ഭക്ഷണം കാണുമ്പോ പിന്നെ അങ്ങ് തിന്നാലോ എന്ന് തോന്നുന്നുണ്ട്. എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് റഹ്മത്ത് ചെയ്യാൻ. അങ്ങനെ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. നിസ്കാരത്തിൽ ഭക്ഷണത്തെ പറ്റി ഓർക്കരുത്, നിസ്കാരത്തിൽ അള്ളാഹിനെ പറ്റിയാ ഓർക്കേണ്ടത്.
അപ്പൊ നമ്മുടെ ഇശാ നിസ്കാരത്തോടുകൂടെ ഡിന്നർ കഴിയണം. നിസ്കാരത്തിന്റെ മുമ്പ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞു, പിന്നെ ഒന്നും തിന്നില്ല, വേണമെങ്കിൽ വെള്ളം കുടിച്ചോ. ളുഹർ നിസ്കാരത്തോടുകൂടെ ലഞ്ച്, അസർ നിസ്കാരത്തോടുകൂടെ ഒരു സ്നാക്ക്, മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു, ആ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇനി നേരം പുലരുന്നവരെ ഫാസ്റ്റിംഗ് ആണ്, അത് ബ്രേക്ക് ചെയ്യലാണ് ഈ ബ്രേക്ക് ഫാസ്റ്റിംഗ്. ദുഹാ നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ. ദുഹാ നിസ്കാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ ഓതി പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ്ങ് ഉയർന്നാൽ എന്ന് പറഞ്ഞവരെ ഉദ്ദേശം 20 minutes ആഫ്റ്റർ സൺറൈസ്, അത്രയും 20 മിനിറ്റ് ഉദയം കഴിഞ്ഞു കടന്നാൽ 2 റക്അത്തുകളായി ദുഹാ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ ഉംറ ചെയ്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറന്റെ കൂലി. ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സുയാമു 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹ്റിൻ, എല്ലാ അറബ് മാസത്തെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ളുഹാഇന്റെ 2 റക്അത്ത് മുടങ്ങാതെ നിസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ കൂടെ നിസ്കരിക്കണമെന്നും എന്നോട് എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സിദ്ധമായ ഹദീസാണ്. കയ്യും കാലിനൊക്കെ വേദന ഇല്ലാത്തവരില്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഊരവേദന, കൈവേദന, മുട്ടുകാല് വേദന, എന്തൊക്കെ വേദനകളാണ്. ഇതിനൊക്കെ മരുന്ന് വേണ്ടേ? ദുഹാ നിസ്കാരം അതിന്റെ മരുന്നാണ്. എത്ര പൈസ നമ്മൾ അരിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതില്ലേ ദുഹാ നിസ്കരിക്കാതെ. നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ, ജോയിന്റുകൾ, അതിനൊക്കെ പകരം അല്ലാഹുവിന് സ്വതക്ക കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ജോയിന്റ് ഉണ്ടെന്ന് അറിയാം നമ്മുടെ ശരീരത്തിലെ? മൊത്തം നമ്മുടെ ബോൺസ് മാത്രമല്ല, നമ്മുടെ നെർവുകൾ, നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകളൊക്കെ കൂടിയാൽ 360 ജോയിന്റ്സ്, 360 ജോയിന്റുകൾ ഉണ്ടെന്ന. നമ്മളൊരു റുക്കൂഇലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം ഒരു റുക്കൂഅ് ചെയ്യാൻ, ഊര വളയാൻ. ഊരവേദന വരുമ്പോഴേ മുഅ്മിനെ റുക്കൂഅൊന്നും വേദന ഇല്ലാതെ ചെയ്തതിന്റെ സുഖം മനസ്സിലാവുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദനയില്ല. നമ്മൾ സുജൂദ് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടുകയാണ് സുജൂദ് കഴിഞ്ഞിട്ട്. എന്താണ് ആ സുജൂദ്? അല്ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കയ്യും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ? നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ അല്ലാഹു വെച്ച 360 ജോയിന്റുകൾക്ക് 360 രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഒരു ദിവസം. ഇപ്പൊ സ്വഹാബികൾ, പൊന്നാര നബി, അതിന് മാത്രം പൈസ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ, 360 സ്വതക്കേ. ഓരോ സുബ്ഹാനല്ലാഹും സ്വതക്കയാണ്, 360 ചൊല്ലി. കുല്ലു തഹ്മീദത്തിൻ സ്വതഖ, എല്ലാ അൽഹംദുലില്ലയും സ്വതക്കയാണ്. പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയത്, പൈസ ഉള്ളവർക്കും പറ്റിയത് സ്വതക്കയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വതഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 360 തവണ നിങ്ങൾ ചൊല്ലിയേക്കണം. കുല്ലു തക്ബീറത്തിൻ സ്വതഖ, എല്ലാ അല്ലാഹു അക്ബറും സ്വതഖയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സ്വതഖ, ഒരു നന്മ ചെയ്യാൻ പറയുന്നത് സ്വതഖയാണ്. അങ്ങനെ 360 കൊടുക്കിൻ. വനഹിയുൻ അനിൽ മുൻകരി സ്വതഖ, ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സ്വതഖയാണ്. 360 തവണ ചെയ്യുന്നത് ഒരു ദിവസം. വയുജ്സിഉ മിൻ ദാലിക, ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സ്വതഖക്ക് പകരം മതിയാവുന്ന ഒരു സംഗതിയുണ്ട്. റക്അതാനി യർകഉഹുമാ മിനൽ ളുഹാ, ളുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഈ 360 കണിപ്പുകൾക്കുള്ള സ്വതഖക്ക് തുല്യമാണ്. 2 റക്അത്ത് ളുഹ.
ഇതുവരെ നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും 2 റക്അത്ത്, കഴിയുന്നവർ 8 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ പടച്ചതമ്പുരാനിലേക്ക് അടുക്കുന്നില്ല. നമ്മുടെ VK അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞില്ലേ, ഇങ്ങനധികം വലിയ വലിയ വേളൊക്കെ നടന്നിട്ട് മാറ്റം കാണില്ലല്ലോ. ആൾക്കാർ പഴയ പോലെ ഇന്നലെ വേള ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ ഈ മാറ്റം കാണുന്നില്ലല്ലോ. വലിയൊരു വിഷയമാണ്. എന്തേ കാരണം എന്നറിയോ? നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല. നമ്മളങ്ങനെ പാടി പോകുന്നുണ്ട്, ഉസ്താദ് പാടുന്നുണ്ട്, നമ്മളെ തല ആട്ടുന്നുണ്ട്, ഇതല്ലാതെ മനസ്സിലേക്ക് കിടന്നിട്ടില്ല വിഷയം. അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല, പടച്ചവനിലേക്ക് മനസ്സ് കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മുടെ കൂടെ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കഴുത്തിലെ കണ്ഠനാടിയേക്കാളും അരികത്ത് അള്ളാഹു ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരുണ്യവാൻ. അള്ളാഹു കൂടല്ലേ? അള്ളാഹു കൂടെ ഇരിക്കുന്നില്ലേ? 360 ജോയിന്റുകൾ, ശരീരത്തിന്റെ ജോയിന്റുകൾ, അവിടെ വേദനയില്ലാതെ അള്ളാഹു നിന്നെ വർഷങ്ങളോളം കൊണ്ടു നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ വേദനയ്ക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആശുപത്രിയിൽ പോയതിന്റെ ചെലവ് 1500-2000 രൂപ അല്ലേ? നിനക്ക് 60 വയസ്സാകുന്നവരെ, നിങ്ങൾക്ക് 70 വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടു നടന്ന അള്ളാഹുവിന് എന്ത് കൊടുത്തു ഫീസ്? 2 റക്അത്ത് ദുഹ നിസ്കരിച്ചോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും വുളു ഉണ്ടായിരിക്കാം ദിവസം മുഴുവനും. ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം. വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ, ബൈക്ക് ഓടിക്കുന്നവരാ, വുളു ചെയ്യാതെ പോകല്ലേ. ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാ നമ്മുടെ റോഡുകളൊക്കെ പോണത്. നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ? മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാൻ, ബസ്സിന്റെ ഇടയിലൂടെ പോവാൻ, ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ, വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റോട്ടിലിറങ്ങിയ തിരക്കാണ്, പേടിപ്പിക്കുന്ന ഓട്ടങ്ങളാണ്. ലാ യജൂസു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരാൾക്കും മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണ്. ആരും ആരെയും പേടിപ്പിക്കുന്ന രീതി വണ്ടി ഓട്ടലുണ്ട്. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ സ്വർഗ്ഗം കണ്ട് തിരിച്ചു വന്നപ്പോ, യാ ബിലാൽ ഇബ്നു റബാഹ്, ഞാൻ അവിടെ ഒരു കാലൊച്ച കേട്ടു എന്റെ പിന്നിൽ. ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. സ്വഹാബികളൊക്കെ ചോദിച്ചു, ബിലാൽ, നിങ്ങൾ സ്വർഗത്തിലെത്താൻ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്നും കാണാത്തത്, ഞങ്ങൾക്കറിയാത്തത്. നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നുമില്ല, ഞാൻ എപ്പോഴും വുളു കൊടുക്കും. വുളു കൊടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരം എപ്പോഴും. വുളു മുറിഞ്ഞോ, ബാത്റൂം പോയോ, വേഗം വുളു കൊടുത്ത് വരാം. സോക്സമ്മ തടവേ വുളു ശരിയാവൂലേ? പൊന്നാര മുഅ്മിനീങ്ങളെ, ഖുഫമ്മ തടവാൻ പറ്റും, സോക്സ് ഖുഫയല്ല. ഖുർആന്റെ നിയമമാണത്. അപ്പൊ രാവിലെ നേരം വെളുത്തു, ദുഹ നിസ്കരിച്ചു, വുളുവോടുകൂടെ പോവാൻ. അപ്പൊ നാസ്ത കഴിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ, ചായ കുടിക്കണ്ടേ? ഇവിടെ എല്ലാ നാട്ടിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം വലിയൊരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങൾ ത്വയ്യിബാത്തെ തിന്നാവൂ, നന്മയെ നിങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലു പഠിപ്പിക്കുകയാണ്. കുലൂ മിനത് ത്വയ്യിബാത്, ഹലാൽ മാത്രമല്ല, നിങ്ങൾക്ക് ഉപകാരമുള്ളത്, ജങ്ക് ഫുഡ് അല്ല, നിങ്ങൾക്ക് എനർജി നൽകുന്നത്, നിങ്ങൾക്ക് ശരീരത്തിന് പോഷണം നൽകുന്ന ഭക്ഷണം ഹലാലിൽ നിങ്ങൾ ഭക്ഷിക്കണേ. വഅമലൂ സ്വാലിഹ, എന്നിട്ട് നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാം. അപ്പൊ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹലാലായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹലാലായെങ്കിലേ കർമ്മങ്ങൾ നന്നാവുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, സൽക്കാരൊക്കെ വരുമ്പോഴേക്കും വീട്ടിലെ സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് കല്യാണം സൽക്കാരം നടത്തുന്ന പരക്കാരുണ്ടോ? പൊന്നു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പലിശയുടെ ഏർപ്പാട് ഹറാമാണ്. എന്തിനും പലിശ, എന്തിനും പലിശ. എങ്ങനെയാ നാട്ടിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ നാട്ടിലെ ഭക്ഷണം ത്വയ്യിബാവുക? നമ്മളൊക്കെ ചെന്ന് കഴിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ ഹാലെന്ന് അല്ലാഹു അലം. പലിശയുടെ ബാങ്ക് ജോലികൾ, പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ, പണയം വെക്കുന്നത് കുറ്റകരമല്ലേ, ഹറാമല്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവുകയുള്ളൂ.
കുലൂ മിനത് ത്വയ്യിബാത്ത്, അല്ലാഹു ഹലാലാക്കിയത് തിന്നാ മതി, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കലാ നല്ലത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞ കാലത്ത് വിവരല്ലാതെ ബോധമില്ലാതെ ലോൺ എടുത്തിട്ടുണ്ട്, പലിശ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാഹു പുറത്തു തരട്ടെ. കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിക്കോളി. അല്ലാഹുവിനോടും റസൂലിനോടും ചെയ്ത യുദ്ധമാണ് പലിശ. കൊണ്ടുവരുന്ന പൈസ ഹലാലാവണം. നമ്മുടെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ഇറങ്ങിപ്പോകുന്ന സമയം ഭർത്താക്കന്മാരോട് പറയാറുള്ള വാക്ക്, യാ സാഹിബദ്ദാർ, എന്റെ ഭർത്താവേ, ഇത്തഖില്ലാഹ് ഫീ ഇയാലിക്, മക്കളെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഹലാലല്ലാത്ത പൈസ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. നഹ്നു നസ്ബിറു അലൽ ജൂഅ്, വിശന്നിട്ട് ദുനിയാവിൽ കടക്കാൻ എനിക്കും മക്കൾക്കും പറ്റും, പക്ഷേ വലാ നസ്ബിറു അലാ ഹർരി ജഹന്നം, അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഹറാമിന്റെ പൈസ എന്റെ വീട്ടിലേക്ക് കൊണ്ടുതരല്ലേ എന്ന് പറയുമായിരുന്ന ഭാര്യമാർ, ഇത് പറയുമായിരുന്ന ഉമ്മമാർ. നഷ്ടപ്പെട്ടില്ലേ? എങ്ങനെ നന്മ ഉണ്ടാവുക? ഹറാമാണ്. ലാ യുബാലിൽ മർഉ മിൻ ഐന അസ്വാബൽ മാൽ, ഒരാൾ ചിന്തിക്കൂല ഞാൻ എവിടെന്നാണ് പൈസ ഉണ്ടാക്കിയത്. അം ഹലാലിൻ അം ഹറാം, ഹലാലാണോ ഹറാമാണോ എനിക്കുണ്ടായ പൈസ എന്ന് പൈസ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന കാലം വരാനുണ്ട്. മുഅ്മിനെ, നമ്മുടെ കാലത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? മുഖത്ത് പ്രസരിപ്പ് വേണോ? ഹൃദയത്തിൽ ഈമാൻ വേണോ? സഹോദരി, നീ ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ടതില്ല നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ. മുഖത്തെ സൗന്ദര്യം അല്ലാഹു തരുന്നത് നദുറ, ആ ഒരു ശോഭ കിട്ടണമെങ്കിൽ മന്നകലൽ ഹലാല 40 യൗമൻ, 40 ദിവസം ഒരാൾ ഹലാൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നവ്വറല്ലാഹു ഖൽബഹ, അല്ലാഹു ആ ഹൃദയത്തിന് പൊലിമ കൊടുക്കും, പ്രകാശം കൊടുക്കും. വഅജ്റാ യനാബിഅൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി, അല്ലാഹുവിന്റെ ഇൽമിന്റെ തത്വജ്ഞാനത്തിന്റെ ഉറവകൾ ഖൽബിൽ അല്ലാഹു അണപൊട്ടുകയും ഖൽബിലേക്ക് അല്ലാഹു ചൊരിച്ചു കൊടുക്കുകയും അത് നാവിലൂടെ പുറത്തു വരികയും ചെയ്യും. 40 ദിവസം മിനിമം, 40 ദിവസത്തെ ഒരു എക്സർസൈസ് ഹലാലെ തിന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പ്രസരിപ്പ് വരും, ശോഭ വരും, അല്ലാഹു പ്രകാശം തരുമെന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിശ്റുൽ ഹാഫിയോട് ചോദിച്ചു, മഹാനായ ബിശ്റുൽ ഹാഫിയോട്, മിൻ ഐന തഅകുൽ, എവിടുന്നാണ് തിന്നുന്നത്? നമ്മളൊക്കെ മാർക്കറ്റിലുള്ള ഭക്ഷണം തന്നെ ഞാനും തിന്നുന്നത്. ഹലാലും ഹറാമും എല്ലാം മിക്സ് ആവുന്ന മുഷ്തബിഹായ മുതലുള്ള ലോകമാണ്, അങ്ങനത്തെ മാർക്കറ്റാണ് നമ്മുടെ അങ്ങാടികളൊക്കെ. പക്ഷെ അവര് പറഞ്ഞു, ലൈസ മൻ യഅകുലു വഹുവ യബ്കി കമൻ യഅകുലു വഹുവ യദ്ഹകു, ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള മുതല് കരഞ്ഞുകൊണ്ട് തിന്നുന്നതും, ഹറാമാണെന്ന് ഉറപ്പുള്ളത് ഹലാലാണോ എന്ന് സംശയമുള്ള മുതല് ചിരിച്ചുകൊണ്ട് തിന്നുന്നതും ഒരുപോലെയല്ലല്ലോ. ഞാൻ തിന്നുന്നത് കരഞ്ഞുകൊണ്ടാണെന്ന് ബിശ്റുൽ ഹാഫി റഹ്മഹുല്ലാഹ്. കരഞ്ഞിട്ട് തിന്നാണ്, ഹലാലാണോ എന്ന് ഉറപ്പില്ല, പക്ഷെ ഇത് ചിരിച്ചു തിന്നുന്നവരില്ലേ, ചിരിച്ചു തിന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ KFC-കാരൊക്കെ ചെല്ലുന്ന ചിക്കൻ ഹലാലാണെന്ന് ഉറപ്പിട്ട മുമ്പിനെ എനിക്കറിയില്ല. ഹലാൽ കട്ട് എന്നൊക്കെ പറയും. എന്തായി കട്ട്? ഒരു വിചാരം കഴുത്ത് മുറിച്ചാൽ ഹലാലാവുന്ന, അത് മുറിക്കുന്ന ആള് മുസ്ലിം ആവണം എന്നുള്ള ഷർത്തും പറഞ്ഞ കൊൽക്കുണ്ടോ? അല്ലാഹു ആലം. ജങ്ക് ഫുഡിലേക്ക് ഓടുക ചെറുപ്പക്കാർ. അതുകൊണ്ടാണ് ചിക്കനും ബ്രോസ്റ്റൊക്കെ ഉള്ളത് മുസ്ലിം നാടുകളിലും മുസ്ലിം മഹല്ലുകളിലൊക്കെ ഇത് വിജയിക്കുള്ളൂ, മുസ്ലിം പോക്കറ്റുകളിൽ വിജയിക്കുള്ളൂ. എന്നല്ലാതെ ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് ബ്രോസ്റ്റ് കട കൊണ്ടിട്ടാൽ പൂട്ടി പോകേണ്ടി വരും. നമ്മൾ ചെറുപ്പക്കാരെ പോയി കഴിക്കുന്നത് ഹലാലാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ടേസ്റ്റ് മാത്രം. നല്ല ഫുഡാണ് ഇതേ നമ്മൾ പറയുള്ളൂ. ഹലാലാണോ അത്? ഹലാലാണോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാവിലെ നാസ്ത കഴിച്ചു. നമ്മൾ നാസ്തയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു പാല് കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ടവരുടെ ഖാദിം പാല് കൊണ്ടുവന്നു. അവരുടെ ഒരു അബ്ദ് അടിമയുണ്ട്. ആ അടിമ ചെയ്യുന്ന കസ്ബ് മുതലാളിക്ക് ഹലാലാണ്. അപ്പോ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കൊണ്ടുവന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇങ്ങനെ ചോദിച്ചു. എപ്പോഴും ചോദിക്കും, പിന്നെ എന്നും ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്ന് ചോദിച്ചില്ല. പിന്നെ ചോദിച്ചു, അല്ല, നിങ്ങളാ കൊണ്ടുവന്ന പാല് എവിടുന്ന് കിട്ടിയതായിരുന്നു? തകഹൻതു ലിഖൗമിൻ ഫഅഅതൂനി. സിദ്ദീഖ് എന്നവരെ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ കൈനോട്ടക്കാരനാണ്, ജോത്സ്യപ്പണി ചെയ്യുന്ന ആളാണ്, ഫോർച്യൂൺ ടെല്ലറാണ്.
ഭാവി പറയുന്ന ആളാണ്, ഭൂതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട് ജാഹിലിയ കാലത്ത്. അങ്ങനെ ഒരു കൂട്ടർക്ക് ഞാനിത് പറഞ്ഞ് കൈരേഖ പറഞ്ഞു കൊടുത്തതിന്റെ സമ്മാനം നൽകിയ ഒരാടുണ്ടായിരുന്നു. ആ ആടിന്റെ പാലാണത്. എന്ത് ചെയ്യും? മഹാനായ സിദ്ദീഖ് തങ്ങൾ ഫഅദ്ഖല അസ്വാബിഅഹു ഫീ ഫീഹ്, പാല് കുടിച്ചു ഒരല്പനേരം കഴിഞ്ഞിട്ടുണ്ട്, വായിലേക്ക് വിരല് വെച്ച് ഒന്നാകെ ഛർദിച്ചു. ഹത്താ ളനൻതു അന്ന നഫ്സഹു തതഖ്റുജു, മരിച്ചു പോകുമോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുമാർ ഛർദിച്ച് മുഴുവൻ പാലും പുറത്തെടുക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഇന്നി അഅ്തദിറു ഇലൈക, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു റബ്ബേ. മിമ്മാ ഹമലത്തിൽ ഉറൂഖ്, ഞാൻ ആ കുടിച്ച പാലിൽ എന്റെ വയറിന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ ഞരമ്പുകൾ വലിച്ചെടുത്തതുണ്ട്, അതൊന്നും ഛർദിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാഹ്, എനിക്ക് മാപ്പ് തരണം. എന്റെ ആമാശയത്തിലേക്ക് പടർന്നു പിടിച്ച ആമാശയത്തിന്റെ വക്കുകളിൽ പറ്റിപ്പിടിച്ച പാലിന്റെ അംശങ്ങൾ നീ എനിക്ക് പുറത്തു തരണം അല്ലാഹ്. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഛർദിച്ചു, ഇനി ഉണ്ടാവുമല്ലോ അല്പാൽപ്പം അതിന്റെ അകത്ത്. എനിക്ക് കുടിക്കാൻ പാടില്ലാത്തത്, കൈരേഖ നോക്കുന്നതോ അതിന് കൂലി വാങ്ങുന്നതോ അത് കാണാൻ പോകുന്നതോ കേൾക്കാൻ പോകുന്നതോ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നതോ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാല് കുടിച്ചപ്പോ ഛർദിക്കാൻ മുഅ്മിനെ നമ്മളൊക്കെ ആലോചിക്കണ്ടേ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ അന്നൊരിക്കൽ സ്വതക്കയുടെ സകാത്തിന്റെ മുതലിൽപ്പെട്ട ഒട്ടകത്തിന്റെ പാല് ബൈ മിസ്റ്റേക്ക് ഒരാൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെയാണ് അറിഞ്ഞത് സ്വതക്കയുടെ പാലാണെന്ന്. ഛർദിച്ച് മുഴുവൻ പുറത്തെടുത്തു. മഹാനായ സാനിൽ ഖുലഫാ മുദ്ഹിറിൽ അജായിബ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ യഖ്ബലുല്ലാഹു സ്വലാത ഇംറിഇൻ ഫീ ജൗഫിഹി ഹറാം. ഹറാമായ ഭക്ഷണം അകത്തു ചെന്നവൻ, കള്ളുവലിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അതൊക്കെ പിന്നെ എത്ര ഗൗരവമാണ്. നാസ്ത കഴിച്ചതാ, കൊണ്ടുവന്ന പൈസ ഹറാമിന്റെ പൈസയാണ്. പലിശയുമായി ജോലി ചെയ്യുന്ന അവസ്ഥയിലുള്ള ആളുകളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണേ. ഹലാലിലേക്കൊരു മാറ്റം അല്ലാഹുവേ തരണേ എന്ന് ചോദിക്കണം. ചോദിച്ചോ, ഹൃദയത്തിൽ ഉള്ളിൽ തട്ടി ചോദിച്ചോളൂ, അല്ലാഹു തരും, ഉറപ്പാണ്. അതല്ലാതെ ഇത്ര ജോലി പിന്നെ ബാങ്ക് ജോലിന് വേറൊന്നും എനിക്ക് കിട്ടൂലല്ലോ അങ്ങനെ ചിന്തിച്ചോ, നാളെ നരകത്തിലേക്ക് ഒരുങ്ങിക്കോ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ എത്ര കുത്തിമറിഞ്ഞ് നിസ്കരിച്ചാലും ആ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട തന്നെ. അവന്റെ ഉള്ളിൽ കടന്നു ചെന്നത് ഹറാമാണെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഹദീസാൻ, ഇന്നർ റജുല ലയുജറു, ഒരു മനുഷ്യന് കൂലി ലഭിക്കുന്നുണ്ട്, ഹത്താ ഫിൽ ലുഖ്മതി യർഫഉഹാ ഇലാ ഫീഹ്. റബ്ബേ, എന്തൊരു ഹദീസാണ്. വായിലേക്ക് ഓരോ കഷ്ണം ഭക്ഷണം എടുത്തു വെച്ചാൽ ആണിനും പെണ്ണിനും അതിൽ കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇലാ ഫിംറഅതിഹി, ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുത്താലും ഭർത്താവിന് കൂലിയുണ്ട്. ഭർത്താവ് സ്വന്തം വായിലേക്ക് വെച്ചാലും കൂലിയുണ്ട്. കല്യാണം കഴിക്കാത്തവൻ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാണ്ട് ബിസ്മി ചൊല്ലി കഴിക്കണം. ഇതേ കണ്ടീഷൻ. ഓരോ ഉരുളയിലും കൂലുണ്ട്. അത് വിചാരിച്ചിട്ട് വേറെ നിറയെ തിന്നാൻ പറ്റുമോ? അത് പറ്റില്ലേ. ഇന്നാ നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ. വിശക്കുന്നവരെ തിന്നാത്ത വിഭാഗമാണ് നമ്മളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശക്കുന്നവരെ ഭക്ഷിക്കരുത്, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷിക്കാം. വലാ നഅകുലു ഹത്താ നശ്ബ, വയറ് നിറയുന്നവരെ തിന്നാത്തവരുമാണ് നമ്മൾ. നഹ്നു ഖൗമുൻ, നാം ഒരു വിഭാഗമാണ്. എന്താ ഹദീസ്? ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നരുത്, വേറെ നിറയാൻ നിൽക്കരുത്. ഭക്ഷണത്തോട് ആഗ്രഹമുണ്ടായിരിക്കെ കൈയെടുക്കണം. കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കേണ്ട. ഉമ്മാരൊക്കെ പറയും, എന്റെ കുട്ടി തീരെ തിന്നൂല ഡോക്ടറെ, അല്ലെ? ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ ഡോക്ടറെ കൊണ്ട് ഉമ്മാരെന്താ പറയാ? പിന്നെ എന്താ കുഴപ്പമ്മ, കുട്ടി ഒന്നും തിന്നൂല. കുട്ടിക്ക് വേണ്ടെങ്കിലല്ലേ കുട്ടി തിന്നാതിരിക്കണത്.
ഇമാമുൽ ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മമാരെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കണ്ടില്ലേ, അവനെ പോലെ അവൻ വാരി വലിച്ച് തിന്നണില്ല, അവനെ പോലെ ആവണമെന്ന്, കുട്ടിക്ക് വയറ് നിറച്ച് തിന്നരുതെന്ന് ഉമ്മാര് പഠിപ്പിച്ചു കൊടുക്കണം എന്നാ. നമ്മൾ നേരെ മറിച്ച്, അവനെ കണ്ടില്ല, അവന്റെ പള്ളന്റെ വലുപ്പം കണ്ടോ, നീ അതേപോലെ തിന്ന്. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളെ കുട്ടിക്ക് വിശന്നാൽ ഉമ്മ വിശക്കണുണ്ട് എന്ന് പറഞ്ഞ് നേരെ വരും മുമ്പിലേക്ക്. അതുവരെ വെയിറ്റ് ചെയ്യും, ബേജാറാവില്ലേ, കുട്ടി മരിക്കൊന്നുമില്ല. വിശക്കുന്നവരെ തിന്നരുതെന്നും തിന്നുമ്പോൾ വയറ് നിറക്കരുതെന്നും പറഞ്ഞ സമൂഹമാണ് നമ്മളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഭക്ഷണത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലയോ, അവൻ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു കൊണ്ടുവന്ന അനുഗ്രഹമല്ലേ നിന്റെ മുമ്പിലുള്ള ഓരോ വറ്റും, ഓരോ ഭക്ഷണവും, ഓരോ ഭക്ഷണത്തിന്റെ അംശവും അല്ലാഹു ചെയ്ത നിഅമത്തല്ലേ? കൈ കഴുകണം, കഴിയുമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വുദു ഉണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ വുദു ഉള്ള അവസ്ഥയിലാണ്, പിന്നെ കുഴപ്പമില്ല. വുദു ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം നീങ്ങിപ്പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണിത്. ഇമാം തബറാനി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. അൽ വുദൂഉ ഖബ്ല അത്'ആം യൻഫിൽ ഫഖ്റ ഖബ്ല അത്'ആം വ ബഅദഹ്. വുദൂ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഭക്ഷണത്തിന്റെ മുമ്പും ശേഷവും നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് വല്ല പ്രയാസമുണ്ടോ? വുദൂ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത്രയേ വേണ്ടുള്ളൂ. ഭക്ഷണത്തിന്റെ അദബുകളിൽ പെട്ടതാണ് ഭക്ഷണം സുഫ്രയിൽ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്ന തീന്മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. പക്ഷെ തീന്മേശ ഉണ്ടാക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ ഒരാൾ ഇരുന്നു, ടേബിളിലിരുന്നു, ചെയറിലിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അദബ് എങ്ങനെയാണ്? താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കല. ഭക്ഷണം കഴിക്കേണ്ട ഇരുത്തല്ലേ, നല്ല മനോഹരമായ ഇരുത്തം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. ആ ഇരുത്തത്തെ സംബന്ധിച്ച് കാന യജ്ലിസു അലാ ബത്നി ഖദമിഹി വയൻസിബു റിജ്ലഹുൽ യുംന. നബി തങ്ങൾ താഴെ ഇടതുകാല് താഴെ വെച്ച് ആ കാൽ പാദത്തിന്റെ ഉള്ളിലിരിക്കും, എന്നിട്ട് വലതുകാല് നിവർത്തി വെക്കും. ഈ ഇരുത്തമാണ് ഏറ്റവും സുന്നത്തുള്ള ഇരുത്തം. അങ്ങനെയാണ് കാലിന്റെ നമ്മുടെ സുജൂദിലൊക്കെ ഇരിക്കും, അത്തഹിയാത്തിൽ ഇരിക്കൂലേ, ആ ഇരുത്തം. അത്തഹിയാത്തിൽ രണ്ട് കാലും ഇങ്ങനെ വെക്കും അല്ലെ. ഈ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ഈ വലതുകാല് പൊക്കി വെക്കുക. കുറച്ചേ ഭക്ഷണം കഴിക്കേണ്ടി വരുള്ളൂ, ആ ഇരുത്തത്തിൽ കൂലുണ്ടാകും. എത്ര മനോഹരാണ്. അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക, വലതുകാലൊന്ന് പൊന്തിച്ചു വെക്കുക, എന്നിട്ട് ആ ഭക്ഷണത്തിലേക്ക് ബിസ്മില്ലാ. അങ്ങനെ നബി തങ്ങൾ ഇരുന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഹ്സിനൽ ജൽസ, ആ ഇരിക്കുന്ന ഇരുത്തം നന്നാവണം. പിന്നെ ചാരിയിരുന്ന് ഭക്ഷിക്കരുത്, ചാരിയിരുന്നിട്ട് ഭക്ഷിക്കരുത്. ലാ ആകുലു മുത്തഖിഅൻ, ഞാൻ ഒരിക്കലും ചാരിയിരുന്ന് ഭക്ഷിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇരുന്നു കൊണ്ട് നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ പറയും, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്, അടിമയാണ്, ഞാൻ അടിമയാണ്. ആകുലു കമാ യകുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെയാണ് ഞാൻ തിന്നുന്നത്. വഅജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. അഹങ്കാരത്തിന്റെ ഇരുത്തം അവിടെയില്ല. ഭക്ഷണത്തിന് മുമ്പിലുള്ള മര്യാദ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിയ്യത്ത് വേണം. നിയ്യത്തു തഖവി അലൽ ഇബാദ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ ആരോഗ്യം വേണമല്ലോ. ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യമുണ്ടാവാനാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഭക്ഷിച്ചാൽ ആ ഭക്ഷണം കഴിക്കൽ നിങ്ങൾക്ക് ഇബാദത്താണ് സഹോദര, അത് നിങ്ങൾക്ക് ഇബാദത്താണ് സഹോദരി. ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അക്ല, അല്ലാഹുവിന്റെ ഭക്ഷണം കഴിക്കൽ ഇഷ്ടമാണ്. എപ്പോ? ഫയഹ്മിദഹു അലൈഹ, ആ കഴിക്കുന്ന ആൾ അൽഹംദുലില്ലാഹ് പറയുമ്പോ. വയുഹിബ്ബുശ് ശർബ, കുടിക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. വെള്ളം കുടിക്കൽ, പാനീയം കുടിക്കൽ, ഹലാൽ കുടിക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഫയഹ്മിദഹു അലൈഹ, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ 5 സുന്നത്ത് കിട്ടുന്ന, 5 സുന്നത്ത് മിനിമം. മാ മലഅ ഇബ്നു ആദമ ബിആഅൻ ശർറൻ മിൻ ബത്നിൻ
വയറിനേക്കാളും മോശപ്പെട്ട ഒരു കീസ് ഒരാളും നിറച്ചിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയറ് നിറച്ചു തിന്നരുത്, അതിന്റെ അദബിൽപ്പെട്ടതാ. ഇന്ന അശദ്ദന്നാസി ജൂഅൻ യൗമൽ ഖിയാമ അക്സറഹും ജശഅ. ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ടവരാണ് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് മഹാന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഒരുപാട് കൈകൾ കൂടുമ്പോഴാണ് ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഈ ഇൻഡിവിജ്വൽ പ്ലേറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വലിയ ഒരു പാത്രത്തിൽ ഭക്ഷണം ഇട്ടിട്ട് ഉമ്മയും വാപ്പയും ഭാര്യയും കുട്ടികളും ഒരുമിച്ച് കഴിക്കുക. ഗസ്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമുക്കിപ്പോൾ അത് പറ്റൂല എന്നൊക്കെ തോന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ പ്ലേറ്റ് കൊടുത്തോളൂ, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക. എന്തെന്നറിയോ? ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും. ബറക്കത്തിനല്ലേ നമ്മൾ ദ്വാരപ്പിക്കുന്നത്, ബറക്കത്തല്ലേ നമുക്ക് വേണ്ടത്. നിങ്ങൾക്കതിൽ ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്ന ഹദീസ് മഹാനായ ഇമാം ഇബ്നു മാജ, അബൂ ദാവൂദ് റഹിമഹുമുല്ലാഹ് രണ്ടുപേരും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും. കൈകൾ വർദ്ധിക്കണം, ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ ക്ഷണിക്കുക. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൊണ്ടൊന്നും ആകെ 10 ആൾക്ക് നല്ല ഭക്ഷണമുള്ളൂ, അത് പറ്റൂലേ? അതല്ല പറഞ്ഞത്. ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ ആളുകളുടെ കൈയിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൽ ബറക്കത്ത് വർദ്ധിക്കുന്ന, അത് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് വരുന്ന ഭക്ഷണം കഴിക്കുക. വാപ്പ കുട്ടികളൊക്കെ എത്തിയോ? നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുക. പെങ്ങന്മാരും ഉമ്മയും ആങ്ങളമാരും എല്ലാവരും ഒരുമിച്ച് ഒരു മേശയിൽ ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം താഴെ വീണുപോയാൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ വഖഅത് ലുഖ്മതു അഹദികും, സ്വഹീഹ് മുസ്ലിം, ഇദാ വഖഅത് ലുഖ്മതു അഹദികും, ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ വീണുപോയാൽ ഫൽയഖുദ്ഹാ, അത് നിങ്ങൾ എടുക്കണം, അത് വേസ്റ്റ് തട്ടാനായിട്ടില്ല. വൽയുമിത് മാ കാന ബിഹാ മിൻ അദൻ, അതിൽ എന്തെല്ലാം അഴുക്കുണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒരു വറ്റാണെങ്കിൽ ഒന്ന് കഴുകിയിട്ടെടുക്കിൻ. വറ്റ് വീണത് പിന്നെ വേസ്റ്റ് അല്ലല്ല, അത് പ്ലേറ്റിലേക്ക് എടുത്തിടിൻ. അതിന്മേൽ അഴുക്കില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കണം. അഴുക്കുണ്ടെങ്കിൽ ഒന്ന് അഴുക്കി നീക്കിയിട്ട് നിങ്ങൾ ഭക്ഷിക്കണം. വലാ യദഅഹാ ലിശൈത്വാൻ, പിശാചിന് വേണ്ടി ഭക്ഷണത്തെ നിങ്ങൾ ഒഴിച്ചു വെക്കല്ല. ഫഇന്നഹു, തങ്ങൾ പറയാ, വലാ യംസഹ് യദഹു ബിൽ മിൻദീലി ഹത്താ യൽഅഖ അസാബിഅഹു, വിരലുകൾ ഊമ്പി വൃത്തിയാക്കുന്നവരെ നിങ്ങൾ തൂവാല കൊണ്ട് കൈ തുടക്കുകയും ചെയ്യരുത്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു ചെറിയ കുപ്പായപ്പം തന്നെ തരൂലേ, കൈയൊക്കെ തുടക്കാനുള്ള ടിഷ്യൂ ആണത്, ക്ലോത്ത്. തുടക്കല്ലേ. അല്ലെങ്കിൽ കൈ കഴുകുന്നതിന്റെ മുമ്പ്, തുടക്കുന്നതിന്റെ മുമ്പ് വിരലുകളൊക്കെ ഊമ്പി വൃത്തിയാക്കണം. അതിന്റെ അച്ചടക്കത്ത് ചെയ്യാൻ പറ്റും, വൃത്തിയാക്കണം. എന്നിട്ടേ കൈ കഴുകാവൂ. എന്തിനായി പറയുന്നത്? ഫഇന്നഹു ലാ യദ്രി ഫീ അയ്യി തുആമിഹിൽ അൽ ബറക, അവന്റെ ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്തുള്ളത് എന്ന് അവൻ അറിയില്ലല്ലോ. ഒരുപക്ഷെ വീണുപോയ ഈ വറ്റിലായിരിക്കാം, അവന്റെ കൈന്മേൽ ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ അംശത്തിലായിരിക്കാം. ഭക്ഷണം വേസ്റ്റാക്കല്ലേ എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത്, സ്വഹീഹ് മുസ്ലിം. അതുകൊണ്ട് പെണ്ണുങ്ങളെ തിന്നാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുത്താൽ മതി, ആണുങ്ങളെ തിന്നാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റി വീട്ടിൽ എത്തിച്ചു കൊടുത്താലും മതി. ഭക്ഷണം വേസ്റ്റ് ആവരുത്. അപ്പൊ ഭക്ഷണം നാശ കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ നിന്ന് പടി ഇറങ്ങണ സമയത്തൊരു ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആണുങ്ങൾ, ജോലിക്ക് പോവാൻ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആശുപത്രിയിലേക്ക് കുട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാ, ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ, ചൊല്ലിക്കോ. വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ ഇറങ്ങുമ്പോ ചൊല്ലണം, ബിസ്മില്ലാഹ്, നിന്റെ നാമത്തിലാണ് അല്ലാഹുവേ, തവക്കൽതു അലല്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്തും സംഭവിക്കാം. അല്ലാഹുവേ, ഞാൻ എന്റെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ, നീ തരുന്ന കഴിവല്ലാതെ, നീ തരുന്ന സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇല്ല പടച്ചവനെ. ഇത് ചൊല്ലി മുസ്ലിം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവന്റെ യാത്ര ഖൈറല്ലേ, അവൻ ജോലിക്ക് പോകുന്നത് ഖൈറല്ലേ. ബിസ്മില്ലാ, ഒന്ന് ഈ ദിക്ർ മുഴുവൻ കിട്ടുന്നില്ല, ബിസ്മില്ലാ എന്ന് പറഞ്ഞിറങ്ങി. നബി ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല, പടച്ചവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് റബ്ബേ, വഴിതെറ്റി പോകാതെ കാക്കേണമേ പടച്ചവനെ. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല സുബഹിസ്കരിച്ച് ഇറങ്ങിയ കുട്ടിയാ, വ്യഭിചാരത്തെ ചെന്ന് പോയി വിട്ടു എന്ന് വന്നേക്കാം.
ഏതെങ്കിലും മോശപ്പെട്ടൊരു കൂട്ടുകാരെ എന്തോ കാണിച്ചു കൊടുത്തു, ഫിത്നയായി പോയി. ഔ ഉദല്ല, ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ. ഔ അസില്ല ഔ ഉസല്ല, എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്ന് പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നത് ഉണ്ടാവരുതേ അല്ലാഹ്. ഔ അദ്ലിമ ഔ ഉദ്ലമ, ഞാൻ ഒരാളെ ആക്രമിക്കുകയോ, ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ അവിടെ വേറെ സ്റ്റാഫ് കാണും, എന്നെ കൊണ്ട് ഒരാൾക്ക് അക്രമം ഉണ്ടാവുകയോ, അത് വാക്കുകൊണ്ടാകാം, ഫീലിങ്സ് കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാകാം. ഔ ഉദ്ലമ, ഞാൻ ആക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ ചെയ്യുന്നത് വരാതെ നീ എന്നെ കാക്കേണമേ. എന്തൊക്കെ ആയി നിങ്ങൾ പറഞ്ഞു? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വരുന്നവന്റെ മുമ്പ് കിന്നിട്ട് കൊടുക്കല്ലേ പടച്ചോനെ. അതാണ് യുജ്ഹല അലി, വിവരമില്ലാത്തവൻ വല്ലതും ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക. വെറുതെ ഒരാൾ മോഷണം ചെയ്തു, ഒരാൾ പോക്കറ്റ് അടിച്ചു, ബസ്സിൽ അടി കിട്ടിയത്, നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല. പടച്ചോനെ, വിവരക്കേട് കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ചെയ്യല്ലേ പടച്ചോനെ. ഭയങ്കര പ്രൊട്ടക്ഷനാണ്. എന്താണ് ഈ ദിക്റൊക്കെ? ഇതൊക്കെ നമ്മൾ ചൊല്ലാൻ ഞാൻ കിതാബിൽ ഉസ്താദുമാരിങ്ങനെ കാണുന്നല്ല, നമുക്കത് ഉപകാരപ്പെടുവോ? اللهم إني أعوذ بك من أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. പടച്ചവനോട് കാവൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ അല്ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു. എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരന് പ്രൊട്ടക്ഷനായി. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക്, വലിയ കുട്ടിക്ക്, +2നോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിക്ക് ഇത് പ്രൊട്ടക്ഷനാണ്. അച്ഛനെ വഴിതെറ്റിപ്പോകാതെ കാക്കണേ. മുസ്ലിം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴേ കള്ളുടി അവിടെ ഉണ്ടോന്ന് അങ്ങനെ കേട്ടത്. മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളിലെ ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ. നല്ല അച്ചടക്കാണ്. എന്താണ് ഇപ്പൊ വേദന തോന്നിപ്പോയി എനിക്ക്. യാ റബ്ബേ, മുസ്ലിം മാനേജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവുമ്പോൾ ആൾക്കാർ പഠിക്കുന്ന സ്ഥലമാണ്. 2 പറഞ്ഞത് 2 സ്ഥലത്ത് നടക്കൂല നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിലൊന്ന് നടക്കുന്ന ഒരു വലിയൊരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ പെൺകുട്ടികളെ റൂമിൽ നിന്ന് കിട്ടിയത് അശ്ലീലമായ സീഡികള്, കോൺട്രാസെപ്ഷൻ, ഉറകള്, പിൽസ്. പെൺകുട്ടികളെ പഠിച്ചറു. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ പിന്നെ ഒരു പഠിക്കണത് അവിടെ പോയിട്ട്? എന്താ നമ്മുടെ ഹോസ്റ്റലുകളിൽ നടക്കുന്നത്? അത് നമ്മുടെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ? അച്ഛവനെ, എന്റെ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ, എന്റെ മക്കൾ വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം, ഓർമ്മിപ്പിച്ചേക്കണം. മോനെ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. പടച്ചവനെ, സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത്. അള്ളാഹുവേ, പ്രായപൂർത്തിയായ എന്റെ മോള് കണ്ടവന്റെ കൂടെ കറങ്ങിത്തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, പ്രായപൂർത്തിയായ എന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് കയറി വരുന്നത് ഉണ്ടാകരുതേ അല്ലാ. നല്ല നിലക്ക് ഞാൻ താലോലിച്ച് വളർത്തി എന്റെ പൊന്നു മക്കളാണ്, അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ, ബോധമുള്ളവർ, ഇല്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക്. ദിക്ർ ചൊല്ലി പുറത്തിറങ്ങണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേരം വെളുത്തു, ഹലാലായ ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിന്റെ അതുപോലൊക്കെ പാലിച്ചു, ചെരുപ്പ് ധരിച്ചത്, ഡ്രസ്സ് ധരിച്ചത്, മുടി ചീകി വെച്ചത്, ബാത്റൂമിൽ പോയത്, വന്നത്, സുബഹി നിസ്കാരം, അതിന്റെ മുമ്പുള്ള നിസ്കാരം, ദുഹാ നിസ്കാരം, വുദു എടുത്തിട്ട് പോവാൻ. അത്രയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്ന കച്ചവടക്കാരന്റെ അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ ബറക്കത്തുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന മാഷാണ്, എന്റെ പോക്കിൽ ബറക്കത്തുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, ആ ജോലിയിൽ ബറക്കത്തുണ്ടല്ലോ. റഹിമല്ലാഹുംറഅൻ, ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ്. നമ്മൾ ഇതിൽ രണ്ടാലൊന്നാണ് അല്ലെ, ഒന്നുകിൽ നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ. റഹിമല്ലാഹുംറഅൻ, ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, സഹ്ലൽ ബൈഇ, വിൽക്കുമ്പോൾ വളരെ പ്രയാസമില്ലാതെ വിൽക്കുന്ന ആൾ. സഹ്ലശ്ശിറാ, വാങ്ങുമ്പോൾ പ്രയാസപ്പെടുത്താതെ വാങ്ങുന്ന ഒരാൾ. സഹ്ലൽ ഖളാ, കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആള്.
കടം തിരിച്ചു വാങ്ങുമ്പോൾ സഹലൽ ഇഖ്തിദാ, കടം തിരിച്ചു ചോദിക്കുക, പ്രയാസപ്പെടുത്താതെ ചോദിക്കുന്ന മുതലാളി. കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ. സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ. കുറേ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരാള് 500 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്. അത് ബാർഗെയിൻ ചെയ്ത് 450 ആയിട്ടുണ്ട്. ഇനി 459 ആക്കി 49 ആക്കിയൂടെ, 1 രൂപയും കൂടെ കുറച്ചുകൂടെ, 5 രൂപ കുറച്ചുകൂടെ, 2 മണിക്കൂറാണ് നിൽക്കുന്നത്, 5 രൂപ കുറക്കാൻ. ഇങ്ങനെ നെടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും ആവരുത്. കച്ചവടക്കാർ വിൽക്കുമ്പോ ധൂർത്ത് ചെയ്യല്ലേ, നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ. വൈലുൽ ലിത്താജിരി, ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കുമുള്ള ഹദീസാ. ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ പോകൂലേ, കൂലിപ്പണിക്കാരൊക്കെ സദസ്സിലുണ്ടായിരിക്കാം. അള്ളാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ജോലി ഹലാലാണ്, നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനാണ് ഈ ദുആ, ഈ ആമീനൊക്കെ അതിനെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം, അള്ളാഹു ഹലാലാക്കി തരട്ടെ. വൈലുൽ ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. കച്ചവടക്കാർക്ക്, ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ടേ. വൈലുൽ ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. മിൻ ബലാവല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും, അതേ അല്ലാഹനെ തന്നെ സത്യം, അതേ അല്ലാഹനെ തന്നെ സത്യം, ലാ വല്ലാഹ്, ഇല്ലല്ല അല്ലാഹനെ തന്നെയാണ് സത്യം, ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സ്വാദിഖും മസ്ദൂഖുമായ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുൽ ലിത്താജിർ, കച്ചവടക്കാരൻ എന്താ പറയാ? ബലാ വല്ലാഹ്, അങ്ങനെ തന്നെ അല്ലാഹനെ തന്നെയാണ് സത്യം. ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, അല്ലാഹനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യല്ലേ, അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി. വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറയണ മനുഷ്യന്മാരില്ലേ, എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഗുരുതരമായ അവസ്ഥ. പച്ച നുണ പറയാ വല്ലാഹി എന്ന് പറഞ്ഞിട്ട്. ലാ വല്ലാഹ് ബലാ വല്ലാഹ്, നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർ, ഇത് ഹക്കാണ്, ഇത് സത്യമാണ്, ഇതിന്റെ വില 500 ആണ്, ഇതിന്റെ വില 2000 ആണ്, എനിക്ക് ഇതിൽ കിട്ടുന്ന ആകെ ലാഭം 100 രൂപ, പിന്നെ കറണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ. അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നിനക്ക് ചെലവതിൽ 1500 ഉള്ളൂ, ബാക്കി 500 ലാഭ 2000 വിൽക്കുന്ന, അങ്ങനെ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ പറയണ്ട. എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം, എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. വെറുതെ പറയേ 2000-3000 ലാഭം എടുക്കുന്നുണ്ട്, എന്നിട്ട് പറയാ ഒരു 300 രൂപ ലാഭം വേണ്ട, ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയരുത്. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട്. ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്. വവൈലുൽ ലിസ്വാനിഇ, കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉണ്ടാക്കുന്നവർ, മേക്ക് ചെയ്യുന്നവർ, ആശാരി, കോൺട്രാക്ട് ചെയ്യുന്ന, കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ, എഞ്ചിനീയർ, വീട് പണിയെടുക്കുന്ന ആള്, ജ്വല്ലറിക്കാരൻ, ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കി കൊടുക്കുന്നവർ, സ്വാന്, അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം എന്നറിയോ? മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ, മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ നാളെ എന്ന്, നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ, നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്, മറ്റന്നാൾ ഞാൻ എത്തി ഉറപ്പിച്ചോ, ഇല്ലെങ്കിൽ എന്റെ തലെടുത്തോ എന്ന് പറയും. എവിടോ മറ്റന്നാളും കാണൂല, അതിന്റെ പിറ്റേത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് നുണയാണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ജോലിക്കാര്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് എത്തി. എന്ത് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മിനിറ്റ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ് 5 മിനിറ്റ്. അതിന്റെ 1 സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ പേര് പറഞ്ഞോ എനിക്ക് 6 മിനിറ്റ് എടുക്കും എത്താൻ, ഇല്ലേ 10 മിനിറ്റ് 15 മിനിറ്റ്, കൃത്യമായി പറഞ്ഞേക്കണം. അല്ലാത്തത് നുണയാണ്. ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ്. ഡെയിലി ജീവിതത്തിൽ നുണ അങ്ങനെ പറയാ. എവിടെ ഉള്ളത്? ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ്, ഇവിടെ ഓൻ കിടക്കുന്നത് തലശ്ശേരിയിലാണ്. പറയാ കർണാടകയിൽ, അപ്പൊ എത്താൻ പറ്റൂല, നാളെ വരുള്ളൂ. നുണ പറയില്ല. നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാൽ മതി. നാളെ മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ ശരിയാക്കി തരാം, നാളെ, മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഇത് കേൾക്കണം.
എഞ്ചിനീയർ പറയാ നമ്മളിതാ ഈ പണി 2 മാസം കൊണ്ട് തീർക്കുന്നു. ഇവിടെ ഇവർക്ക് 8 മാസം വേണം, എന്നാ 8 മാസം എന്ന് പറയും. അതൊക്കെ പറഞ്ഞ എത്ര സമാധാനമാണ്. ഇങ്ങനെ കൃത്യത. നമ്മളൊരു 10 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ 10 തന്നെ നമ്മുടെ സമൂഹം അത് പഠിക്കണം. സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ 1 മിനിറ്റ് വൈകിക്കൂടാ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരൊന്നും യൂറോപ്യന്മാരൊന്നും പഠിച്ചെടുക്കരുത്. നമ്മൾ പഠിക്കേണ്ട വിഷയം. നമ്മളിരുന്ന് അവര് പഠിച്ചതാ ഇതൊക്കെ. സമയത്തിന് നമുക്ക് ഒരു വാല്യൂ. 5 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാ. എത്ര ആളുണ്ട് അങ്ങനെ? അരമണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് എത്തി. എന്താ ഈ 10 മിനിറ്റിന്റെ അർത്ഥം? ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാണ്. ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ്. അള്ളാന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത്? ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ അപ്പൊ പറയും പണി കിട്ടൂലല്ലോ, ഇത് നാളെ കിട്ടൂല, മറ്റന്നാന്ന് പറഞ്ഞ് വേറെ കസ്റ്റമർക്ക് പോകൂലേ. നിന്റെ റാസിക്ക് അല്ലാഹു ആണെന്ന വിശ്വാസം നിനക്കുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത്? നിനക്കുള്ള കസ്റ്റമർ അല്ലാഹു കൊണ്ടുതരില്ലേ? നമ്മൾ പറയുന്ന കാരണം അതാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും. കിട്ടും, നിനക്ക് പണി കിട്ടും. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടും. നീ പേടിക്കല്ല. നിന്റെ പേടിയാണ് അവിടെ പിശാച്. പേടിക്കല്ല. സത്യസന്ധരായിട്ട് ജീവിക്കും. സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസന്ധരായ കൂലിപ്പണിക്കാർ. നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല, മനുഷ്യന്മാരെ സ്വീപ്പാക്കല്ല. കൃത്യമായ സമയം, കൃത്യമായ ദിവസം, എണ്ണം കൃത്യമാവണം. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിന്റെ അടുത്ത് ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ, ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ. ലാ യഹില്ലു ലിഅഹദിൻ. ഹദീസാണ് ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദറക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. ലാ യഹില്ലു ലിഅഹദിൻ യബീഉ ബൈഅൻ ഇല്ലാ അൻ യുബയ്യിന ആഫതഹു. ഒരു മോശപ്പെട്ട സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം പറയാതെ വിൽക്കുന്നത് ഹറാമാണ്. കുഴപ്പം എന്താണെന്ന് അറിയുന്ന ആള് ആ കുഴപ്പം വിശദീകരിച്ചു കൊടുക്കാതെ വിൽക്കലും നിങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണ്, പറഞ്ഞേക്കണം സഹോദര, പറഞ്ഞു കൊടുത്തേക്കണം കുഴപ്പമുള്ളതൊക്കെ. ഇത് ഇടയ്ക്ക് ഹാങ് ആവും, ഇതിന്റെ സൗണ്ട് ഇടയ്ക്ക് പീന്ന് പറഞ്ഞിട്ട് ചെവി പൊളിയും. ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടോ ആ ഫോണിന്? ഇത് പറഞ്ഞിട്ട് വിറ്റാ മതി. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകള് മരക്കച്ചവടം തുടങ്ങി പൊളിഞ്ഞില്ലേ? ചെറിയ ഓട്ട കാണുമ്പോൾ കസ്റ്റമറോട് പറയാ, ഒരു ഓട്ട കാണുന്നുണ്ട് കേട്ടോ സെന്ററിൽ, ചിലപ്പോ ഉള്ളിക്ക് വലിയ ഓട്ടയായിരിക്കും. ടിമ്പർ കച്ചവടം പൊളിഞ്ഞു. പക്ഷെ അള്ളാന്റെ അടുത്ത് പൊളിഞ്ഞോ? ഇല്ല, അള്ളാന്റെ അടുത്ത് കൂലി കിട്ടി. അള്ളാഹു അത് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എത്ര ഇസ്സത്തിലാ ജീവിച്ചത് മഹാനവറുകൾ. അള്ളാഹു അവരൊക്കെ നേതൃത്വം നൽകിയ മഹാനായ മഹത്തുക്കളായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും മഹത്തുക്കളായ ഒരുപാട് ഉലമാ അവരൊക്കെ നീങ്ങിയ ആ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മരണം വരെ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയെ ജീവിപ്പിച്ച ഈ മഹാപ്രസ്ഥാനത്തെ അല്ലാഹു ലോകത്തിന് അനുഗ്രഹമായി ഖിയാമം വരെ ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കച്ചവടം ചെയ്തതാ, ഉള്ളിലെ സർവ്വ കുഴപ്പം പറഞ്ഞു കൊടുത്തു. എന്തേ കാരണം എന്നറിയോ? ഈ ഹദീസാണ്. എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം വിൽക്കുമ്പോൾ അതിന്റെ കുഴപ്പം എന്താണെന്ന് വിശദീകരിക്കാതെ കസ്റ്റമർക്ക് കച്ചവടം ചെയ്യല്ല. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാ അങ്ങനത്തെ കച്ചവടക്കാരുണ്ടോ? ഇവിടെ ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ മഴ ലഭിക്കും. നമ്മുടെ ഭൂമിയിൽ വെള്ളം വച്ചൂല, നമ്മുടെ കൃഷികൾ നശിക്കൂല, നമ്മുടെ നാട്ടിൽ റഹ്മത്ത് വരും. മുഹമ്മദ് അൽ മുൻകദിർ റഹിമഹുല്ലാ ഫ്ലാറ്റുകൾ വാടക കൊടുത്തിരുന്ന മഹാന, ആലിമായിരുന്നു. പക്ഷേ ചില ഫ്ലാറ്റിന്റെ വില 5 ദീനാർ, 5 ദിർഹം, ചിലതിന്റെ വില 10 ദിർഹം, അത്രേ ഉള്ളൂ. 5, 10 ഇങ്ങനെ 5ന്റെ 10ന്റെ ഫ്ലാറ്റുകൾ വാടകക്കുണ്ട്. ഒരു അറാബി വന്നു 5ന്റെ വാടകക്കുള്ള ഒരു ഫ്ലാറ്റ് 10 ദിർഹം കൊടുത്തെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ മകനാ കച്ചവടത്തിയിരുന്നത്. വിഷയം അറിഞ്ഞു. പടച്ചോനെ, 10 ദിർഹം കൊടുത്ത് വാങ്ങിയത് 5ന്റേതാണല്ലോ. നമ്മളൊക്കെ എന്താ പറയാ, അല്ലാഹ് ഗോളടിച്ചു, ഇന്ന് നല്ല ലാഭം, ഇന്ന് വേണേ ഇപ്പൊ പൂട്ടിപ്പോയാലും കുഴപ്പമില്ല, ലാഭം കിട്ടിപ്പോയി. മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാ നേരം വൈകുന്നേരമാകുന്നവരെ അറാബിയെ തെരഞ്ഞു നടന്നു. ആരാണിത് വാങ്ങിച്ച ആൾ? അറാബിയെ കണ്ടുപിടിച്ചതിന് പറഞ്ഞു, എനിക്ക് 5ന്റെയും 10ന്റെയും ഫ്ലാറ്റുകൾ ഉള്ളതിൽ 5ന്റെ ഫ്ലാറ്റ് നിങ്ങൾ 10 കൊടുത്തിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ
നിങ്ങൾ 10ന്റെ ഫ്ലാറ്റ് എടുക്കിൻ. 10 തന്നിട്ടുണ്ടല്ലോ, 10ന്റെ എടുത്തോളൂ. ഇല്ലെങ്കിൽ 5 നിങ്ങൾ മടക്കി മേടിക്കണം. ഇല്ലേ നിങ്ങളെ വാങ്ങിച്ച കച്ചവടം പൊളിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ 5 തിരിച്ചു തരാം, നിങ്ങൾ ഫ്ലാറ്റ് ഒഴിവാക്കി തരണം. അറാബി വെച്ചു, എനിക്ക് 5 തന്നാ മതി, എന്റെ ബാക്കി 5 തന്നേക്ക്. ഇത് മേടിച്ചിട്ട് ചോദിക്കുക, മൻ ഹാദ ശൈഖ്, ആരാണ് ഇയാൾ? ഇങ്ങനത്തെ കച്ചവടക്കാരനോ? എന്റെ പൈസ അങ്ങോട്ട് ഏറെ കിട്ടിയിട്ട് തിരിച്ചു തരാണ്. ഇത് നിങ്ങൾ ഈ തന്ന 10ന്റെ വില ഇല്ല, ഇതിന് 5 ഉള്ളൂ, ബാക്കി നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഹക്കിന് എടുക്കാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ, വീടുകളിൽ പോയി പണികൾ, മരാമത്ത് പണികൾ ചെയ്തു കൊടുക്കുന്നവർ, ഇലക്ട്രിക്കിന്റെയും വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ, കൂലിപ്പണിയെടുക്കുന്നവരെ, തെങ്ങുകൾക്ക് അതിന്റെ തളം കെട്ടിക്കുന്നവരെ, തെങ്ങ് കയറുന്നവരെ, ഓട്ടോറിക്ഷക്കാർ, വാഹനം ഓടിക്കുന്നവർ, നിങ്ങളുടെ ഹക്കല്ലാതെ നിങ്ങൾ ഏറെ ചോദിക്കല്ലേ, ആളുകളെ പറ്റിച്ചു വാങ്ങല്ലേ. അറാബിയായ മനുഷ്യൻ ചോദിച്ചു, മൻ ഹാദ ശൈഖ്, ആരാണിയാൽ? ആളുകൾ പറഞ്ഞത് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുള്ളയാണ്. അറാബി പറഞ്ഞു, ഉറപ്പാണ്, ഉറപ്പാണ്, തീർച്ചയായും. വഹാദാ ഹുവല്ലദീ നുസ്തസ്ഖാ ബിഹി ഫിൽ ഔദിയ, ഞങ്ങളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ അറാബികൾക്ക് അല്ലാഹു മഴ തരാൻ കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത്തരക്കാർ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഇവരെ കൊണ്ട് അല്ലാഹു റഹ്മത്ത് തരുമെന്ന് പറഞ്ഞു പോയ മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുല്ലാഹ്. മിനിങ്ങളെ, കച്ചവടക്കാര് ശ്രദ്ധിക്കണം. അതൊക്കെ ലാഭെടുക്കല്ലിൻ, ഹറാമായ കച്ചവടം ചെയ്യല്ലിൻ. ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. മുഅ്മിനെ, ഒരു സംശയമില്ല, ഒരു ഫത്വ ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല. അത് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്. പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറി ഉണ്ടാവും. പെണ്ണുങ്ങളെ, 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000 40,000 കിട്ടുക. പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 1 ലക്ഷം റുപ്യ കൈ കൊടുത്തു, ഇവൻ 1 മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 1 ലക്ഷം ഇവന് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പൊ എത്രയും ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്തേ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. ഇങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്, വീടിന്റെ വാടക എത്രയാ? ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. 1 കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടുപോയി. കുല്ലു ഖർളിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത്, പാടില്ല. കുല്ലു ഖർളിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ. ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുഅ്മിനെ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി തവക്കൽതു അലൈക്, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഇൻഷുറൻസുകാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാണ് നുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ്. 5 ദിർഹം തിരിച്ചു കൊടുത്തു, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടേതാണ്, എനിക്ക് വേണ്ട.
കച്ചവടക്കാർ വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത്, കൊടുക്കുന്നവരും ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനത്തെ കസ്റ്റമറും അങ്ങനത്തെ കച്ചവടക്കാരനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊള്ളലാപെടുക്കരുത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ കഴുതയുണ്ട്, ബഗ്ല, മ്യൂൾ എന്ന് പറയും, MULE, മ്യൂൾ, ബഗ്ല. ഡോങ്കിയും അല്ല ഹോഴ്സും അല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ, മ്യൂൾ. 400 ദിർഹം വില. 400 ദിർഹം കച്ചവടം അങ്ങനെ നടക്കാൻ നിൽക്കുമ്പോ ഇയാള് പറഞ്ഞു, ഹസൻ അൽ ബസ്രി ഇസ്മ, കുറച്ച് എന്തെങ്കിലും ഒരു അളവ് തരേൻ. 100 കുറച്ചു, വില 400-300 കിട്ടിയ വേണ്ട. കസ്റ്റമർ പറയാൻ അങ്ങനെ കൊണ്ട് നമ്മൾ കച്ചവടക്കാർക്ക് പറ്റൂലേ? ഞാൻ അത് പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട. എങ്കിൽ ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ തവക്കുരുണ്ടോ? ചെയ്തോളൂ. 100 കുറച്ചു 300. ആ നേരം അയാൾ പറഞ്ഞു, അഹ്സിൻ യാ അബാ സഈദ്, ഹസൻ അൽ ബസ്രി, നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. 100 പിന്നെയും കുറച്ചു, 200. ഇതിന്റെ മുതല് ലാഭടക്കം 400 വേണം. ആളുകൾ പറഞ്ഞു, ഹസൻ അൽ ബസ്രി 400ന്റെ സാധനം പകുതി വിലക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ? വഹകദൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അവരൊക്കെ ചെയ്ത കച്ചവടം ആഖിറത്തിന്റെ കച്ചവടമാണ്. ആഖിറത്തിന് മുതലെടുക്കണം. പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം. ഇതല്ല അവരുടെ ലക്ഷ്യം. എങ്ങനെ ഈ കച്ചവടം കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, എപ്പോഴും പറയും, കച്ചവടക്കാരെ, നിങ്ങളുടെ ഇജഅലു അവ്വല നഹാരിക്കും ലിആഖിറതിക്കും, നിങ്ങളുടെ പകലിന്റെ ആദ്യ ഭാഗം ആഖിറത്തിന് വിട്ടുകൊടുക്കണം. വമാ ബഅദഹു ലിദുനിയാകും, രാവിലെ അങ്ങോട്ട് പോയി ദുഹാ നിസ്കാരമില്ല, സുബ്ഹി ഇല്ല, ഇങ്ങനായി പോവല്ലേ? രാവിലെ കുറച്ച് ഖുർആനൊക്കെ ഓതി രാവിലെ കുറച്ചു നേരം ആഖിറത്തിന്, പിന്നെ കച്ചവടം തുടർന്നേക്കേ. അല്ലെങ്കിൽ കച്ചവടത്തിൽ ചെന്നിരുന്നു, അവിടെ നിന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം. മൻ ദഖല സൂഖ, അങ്ങാടി കയറുമ്പോ ദിക്റുണ്ട്. ചെറിയ അങ്ങാടിക്ക് വരാൻ, ഇങ്ങോട്ട് കടക്കാനൊക്കെ ദിക്റുണ്ട്. അങ്ങാടി കടക്കാൻ ദിക്റുണ്ട്, സൂപ്പർ മാർക്കറ്റ് കടക്കാൻ ദിക്റുണ്ട്, ഷോപ്പിംഗ് മാളിലേക്ക് കടക്കാൻ ദിക്റുണ്ട്. ജ്വല്ലറി വാങ്ങാൻ പോകുന്ന പെങ്ങളെ, നിങ്ങൾക്ക് ദിക്റ് ചൊല്ലിയിട്ടേ കടക്കാൻ പറ്റുള്ളൂ. എന്താ ദിക്ർ എന്നറിയോ? നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയ ദിക്റാ. മൻ ദഖല സൂഖ, ആരെങ്കിലും സൂഖിലേക്ക് കടന്നാൽ, അങ്ങാടിയിലേക്ക് കടന്നാൽ, ഫഖാല, എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര കൂലി എന്നറിയോ? 10 ലക്ഷം. കതബല്ലാഹു ലഹു അൽഫ ഹസന, 10 ലക്ഷം കൂലി അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇതൊക്കെ ഡെയിലി ജീവിതത്തിലില്ലേ? അങ്ങാടി പോകൂലേ? ചിക്കൻ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങിക്കാൻ പോകണം, ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്, ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ജ്വൽസ് വാങ്ങാൻ പോകുന്നുണ്ട്. എവിടെ പോയാലും ഈ ദിക്ർ ചൊല്ലിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. അവിടെത്തി. ഇനി ഒന്ന് ചെറിയ ട്വിസ്റ്റ്, വഹുവ ഹയ്യുൻ ലാ യമൂത് ചേർത്ത് കൊടുക്കുക. വഹുവ ഹയ്യുൻ ലാ യമൂത്, പിന്നെ ബിയദിഹിൽ ഖൈർ. അത്രേ ഉള്ളൂ. അതാകുമ്പോൾ പുതിയത്. വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ർ തന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യാം? യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിയത് മുതലായി. ഇതൊക്കെ ഒരു ദിവസത്തിലില്ലേ? അങ്ങാടിക്ക് പോയത് കൂലി എത്ര കൂലി എന്നറിയോ? അങ്ങാടി പോയി 1 കിലോ ചിക്കൻ വാങ്ങി പോന്നപ്പോ കിട്ടിയ കൂലി 10 ലക്ഷം നന്മ. പടച്ചോനെ, എന്താ കാരണം എന്നറിയോ? അങ്ങാടി പോയാലൊന്നും അള്ളാനെ ഓർമ്മ വരാറില്ല. അതാ വിഷയം. അങ്ങാടി പോയാ ടെക്സ്റ്റൈൽസുമല്ല, ഡമ്മി കിട്ടെടുത്ത കുപ്പായ ആലേക്ക് പടച്ച റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ ഹദീസ് പഠിക്കണം. മൻ ദഖല സൂഖ, സൂഖിലേക്ക് അങ്ങാടിയിലേക്ക് കടക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ഒരുമിച്ച് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരല്ലോ, ഉറക്കെ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്. ഒന്നുകൂടെ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം നന്മയാണ്. ചില്ലറയാണോ ഈ പറഞ്ഞത്? 10 ലക്ഷം. 1 million rewards, ഹസനാത്ത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാഹ്, ഒരു സാധനം മേടിക്കാനില്ലെങ്കിലും അങ്ങാടിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ട ഈ ദിക്ർ ചൊല്ലി 10 ലക്ഷം കൂലി കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങാടിയിൽ പോയി വരാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വാങ്ങാനല്ല, ഈ ഒരു ദിക്ർ ചൊല്ലണേ അങ്ങാടിക്ക് തന്നെ പോണ്ടേ? അങ്ങാടിയിൽ ചൊല്ലിയാൽ കിട്ടുന്ന കൂലി കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോണ്ടേ? അതിന് സൂക്കിലേക്ക് വെറുതെ പോയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ താബിഈൻ, മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാഹ്, വെറും ദിക്ർ ചൊല്ലി കൂലി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ കടക്കുമായിരുന്നു. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. കച്ചവടക്കാര് ദിക്ർ ചൊല്ലണം. ആണുങ്ങളും പെണ്ണുങ്ങളും സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെണ്ണുങ്ങളെ കാണാൻ ആണിന് പറ്റാത്ത പെണ്ണുങ്ങൾ, മഹറമല്ലാത്ത കസ്റ്റമർ വരുമ്പോ അവരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കല്ലേ നീ, ഇക്കിളിപ്പെടുത്തുന്ന വാക്ക് പറയല്ലേ നീ. ആ പെണ്ണിനെ തൊടാനോ സംസാരിക്കാനോ നിനക്ക് അവകാശമുണ്ടോ? ഇല്ല. ആ കച്ചവടം നടക്കാനുള്ള മിനിമം കോൺവെർസേഷൻ എന്തോ അത് മാത്രമല്ലാതെ ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നീ നോക്കല്ലേ. കണ്ണ് നീ സൂക്ഷിക്കണേ കച്ചവടക്കാരാ. ടെക്സ്റ്റൈൽസുകൾ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ദയവ് ചെയ്ത് മുതലാളിമാർ ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ ഏരിയയിൽ പെണ്ണുങ്ങളെ നിർത്തണം. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഇന്നർവെയർ വിൽക്കാൻ വേണ്ടി നിൽക്കല്ലേ. ഹറാമാണത്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ടൈലർമാർ പെണ്ണുങ്ങളുടെ വസ്ത്രം അവർക്ക് നെയ്തു കൊടുക്കുന്ന സമയം അളവെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവളുടെ ശരീരം അടക്കാൻ പറ്റുമോ? പരിശുദ്ധ ദീൻ ഹറാമാക്കിയ വിഷയമല്ലേ. അളവുള്ള വസ്ത്രം പെണ്ണെ നീ അയച്ചു കൊടുക്ക്. ഒരന്യന്റെ മുന്നിൽ നീ പോയി നിന്ന് കൊടുക്കുന്ന നിനക്ക് ഹറാമാണ്. ഇതൊക്കെ നീ ചെയ്യണമെന്ന് നിന്നെ പഠിപ്പിക്കുന്നത് ആധുനിക സംസ്കാരമാണ്, നമ്മുടെ സിനിമാ സംവിധാനങ്ങളാണ്. നീ ചെയ്യല്ലേ, നിനക്കത് ഹറാം, നിനക്കിത് ഹറാം. ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ണു സൂക്ഷിക്കണം. അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ ആരെ വീട്ടിലിരിക്കണം, നേരം വിട്ട് ഇറങ്ങുന്നല്ലേ. അതുകൊണ്ട് അങ്ങാടിയുടെ മസലന്നല്ലേ പറയേണ്ട. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും ബസ്സിലും കാറിലൊക്കെ തന്നെയല്ലേ. പെണ്ണുങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന, അത്തരം ജ്വൽസ്, ഓർണമെന്റ്സുകൾ വിൽക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും. ഇങ്ങൾക്കൊക്കെ ഹറാമിലേക്കുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഓട്ടോ ഡ്രൈവർമാർ, പെണ്ണുങ്ങൾ 4 വിളികൾ ഡ്രൈവർമാർക്ക് വിളിച്ചാൽ പോലെ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് വന്നു അല്ലെ, ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനായി. പിന്നെ അത് എത്തിപ്പെടുന്ന ഹറാമുകൾ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നടക്കണില്ലേ ഇതൊക്കെ? കച്ചവടക്കാർ തമ്മിൽ പെണ്ണുങ്ങൾ എന്താ ഡയലോഗ്? ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് അന്യ ആളുകളോട്, ടെക്സ്റ്റൈൽസിൽ കയറി ചെന്നിട്ട് അവിടെ നിൽക്കുന്ന പുരുഷന്മാരോടൊക്കെ എന്താ വർത്താനം? മിനിമം നിങ്ങൾക്ക് പറയാൻ എന്ത് പറ്റോ അതല്ലാതെ അവിടെ നിങ്ങൾക്ക് ഹലാലല്ല. സൂക്ഷിച്ചിട്ട് വേണ്ടതൊക്കെ പറയാൻ. പുരുഷന്മാരുണ്ടായിരിക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തെറ്റല്ലേ പെണ്ണെ? തെറ്റാണ് പെണ്ണെ. നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് പറയാണ്. ദീൻ അങ്ങാടിയിൽ കൊടുത്ത് തിരിച്ചു വരല്ലേ പെണ്ണുങ്ങളെ? ദീൻ അങ്ങാടിയിൽ കൊടുത്തുപോയി തിരിച്ചു വരല്ലേ? ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാ, മുതലാളിമാരെ, കച്ചവടക്കാരെ, കണ്ണ് സൂക്ഷിക്കേ. നാവിൽ ദിക്ർ ചൊല്ലിക്കോളി. ദിക്ർ കൊണ്ട് നനയാത്ത നാവാണെങ്കിൽ അവിടെ പിശാച് ഹൃദയത്തിലേക്ക് കയറിക്കൂടുമെന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദിക്ർ ചൊല്ലിക്കോളി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കോളി. കാണുന്നതൊക്കെ ഹറാമുകളാണ്. അങ്ങനെ അങ്ങാടിയിൽ ദിക്ർ ചൊല്ലുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടമെന്നറിയുമോ? ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ, യുദ്ധം നടന്നാൽ യുദ്ധമുണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് വൻപാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ വൻപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന്
അല്ലാഹുവിന്റെ ജിഹാദിന് വേണ്ടി മുന്നോട്ട് വരുന്ന യോദ്ധാക്കളെ പോലെ അല്ലാഹു തആല ആളുകൾ അശ്രദ്ധരായിരിക്കുന്ന സ്ഥലത്ത്, അശ്രദ്ധരാകുന്ന സ്ഥലത്ത് ദിക്ർ ചൊല്ലുന്നവർക്ക് അത്തരം യോദ്ധാക്കളുടെ കൂലി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ആളുകൾ ദിക്ർ ചൊല്ലാത്ത ഒരു സ്ഥലം. അങ്ങാടിയിലൊക്കെ ഇപ്പൊ ആരാ ദിക്റിലിരിക്കുന്നത്? ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ ആരാ ദിക്റിലിരിക്കുന്നത്? ചെല്ലുന്നവരുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങളത് സ്ഥിരാക്കിക്കോളി. എല്ലാത്തവര് ആളുകളൊക്കെ എന്തൊക്കെയോ സിനിമാ പോസ്റ്റർ കണ്ട് നിൽക്കുകയാണ്. ബസ്സിൽ വെച്ച ഫോട്ടം കേട്ട് അങ്ങനെ ആലോചിച്ചു വളർക്കിരിക്കുകയാണ്. റബ്ബേ, നീ ദിക്ർ ചൊല്ലിക്കോ. അവിടെ അശ്രദ്ധ നടക്കുന്ന സ്ഥലമാണ്, പിശാച് തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അവിടെ ദിക്ർ ചൊല്ലിയാൽ യുദ്ധത്തിന് പിന്തിരിഞ്ഞോടുന്നവരുടെ പിന്നാലെ യുദ്ധം ചെയ്ത് മുന്നേറുന്ന യോദ്ധാവിന്റെ കൂലിയും മരിച്ചവർക്കിടയിൽ ജീവിച്ചിരിക്കുന്നവന്റെ പുണ്യമെത്ര അതുപോലെയാണ് ദിക്ർ ചൊല്ലാത്തടത്ത് ദിക്ർ ചൊല്ലുന്നത്. കച്ചവടക്കാർ ദിക്ർ ചൊല്ലണം. കച്ചവടക്കാർ അങ്ങാടിയിൽ പോകുന്നവർ ദിക്ർ ചൊല്ലണേ. അല്ലാഹു സഹായിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വിഷയത, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ഈ പണിയില്ലാത്ത ചെറുപ്പക്കാരാണ് മഹല്ലിന് പണി തരുന്നത്. അവരാണ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നത്. ഒരു പണിയില്ലാത്തവര് ബൈക്കേറ്റ് അങ്ങനെ നടക്കുകയാണ്, കാറുണ്ട്, പെട്രോൾ അടിച്ച് അങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നിപ്പോ എന്താ ചെയ്യുക? ഇന്നത്തെ അഡ്വഞ്ചർ എന്താ? ജോലി ചെയ്യണം ചെറുപ്പക്കാർ. ഈ മുതലാളിമാരെ മക്കളാണെങ്കിൽ പോലും ജോലി ചെയ്യണം. മുതലാളിമാരോട് പറയണം, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്തൊക്കെ ശരിയാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിച്ചോളി. പക്ഷെ മക്കൾക്കും തലമുറക്കും വേണ്ടി സമ്പാദിക്കണ്ട. മക്കൾക്ക് അവർ സമ്പാദിച്ചോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വത്തൊക്കെ ഒരടിച്ച് പൊടിച്ച് നശിപ്പിക്കും. സമ്പത്തിന്റെ വില എന്താന്ന് മക്കൾക്ക് അറിയൂല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കല്ലേ. അപ്പൊ അതാ ചെയ്യേണ്ടത്. അവനവന്റെ ആവശ്യങ്ങളൊക്കെ തീർന്നിനി, കുട്ടിയൊക്കെ എന്തെങ്കിലും ബാക്കി, അതൊന്നും നീ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണോ വാപ്പ പോയത്? അല്ല, നിങ്ങൾ അധ്വാനിച്ചില്ലേ, മക്കൾ അധ്വാനിക്കണം. അധ്വാനത്തിന് കൂലിണ്ട്. അല്ലാഹു ജോലി ചെയ്യാൻ പറയുന്ന ഹദീസാണ്, ആയത്താണിത്, പരിശുദ്ധ ഖുർആൻ. ജോലി ചെയ്യണം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു ഭൂമിയിൽ എമ്പാടും വെച്ചിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ജോബ്സ്. എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരായ ആരെവിടെ മീൻ പിടിക്കാൻ പോവുക? അതുകൊണ്ടാണ് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചിലർ പഠിക്കുന്ന എയറോനോട്ടിക്സ്, ചിലർ പഠിക്കുന്നത് ഫിസിയോതെറാപ്പി, ചിലർ പഠിക്കുന്നത് ഓട്ടോ മെക്കാനിസം. ഇങ്ങനെയൊക്കെ അള്ളാഹു ഓരോരുത്തർ. ചിലർ ടൈലറിങ്ങിന്, ചിലർ ഞാൻ കൂലിപ്പണി ജീവിച്ചോളാം. ഇവരൊക്കെ വേണ്ടേ ലോകത്ത്? എന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. സൂറത്തുൽ ആറാഫ്, വജഅൽനാ ലക്കും ഫീഹാ മആയിഷ. നിങ്ങൾക്ക് ജോലി തന്നവൻ അല്ലാഹു അല്ലയോ? ഖലീലം മാ തശ്കുറൂൻ. കിട്ടിയ ജോലിക്ക് നന്ദി ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ കുറച്ചല്ലേ നന്ദി ചെയ്യുന്നുള്ളൂ. നമ്മൾ മലയാളികൾ എന്താ ചിന്തിക്കുക? പടച്ചോൻ എന്റെ മുതലാളിക്ക് കിട്ടണ പൈസ എത്രയാ ഒരു ദിവസം, അതിൽ നിന്ന് എനിക്ക് തരുന്ന ശമ്പളം ഇത്ര. ഈ മുതലാളി തീരെ ശരിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത്. തമിഴന്മാർ ചിന്തിക്കും, പടച്ചോനെ നമ്മൾ മുതലാളിക്ക് ரொம்ப പൈസ ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ശമ്പളം തരാൻ പറ്റുന്നത്. മുതലാളിൻ്റെ അടുത്ത് കായില്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലല്ലോ. നമ്മൾ ഇന്ത്യക്ക് ഈ മുതലാളിനെ അട്ടിമറിച്ച് അടുത്തൊരു പുതിയ ഷോപ്പ് അടുത്ത് തന്നെ ഞാൻ തുടങ്ങും, 2 കൊല്ലം കഴിയട്ടെ അല്ലേ. നിങ്ങൾക്ക് ജോലി കിട്ടിയതിനും ശമ്പളം കിട്ടിയതിനും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കിട്ടിയ ശമ്പളം എണ്ണം കുറഞ്ഞു നല്ല വിഷയം. ജോലി ചെയ്യാൻ സാധിക്കാതെ മെഡിക്കൽ ടെസ്റ്റ് ഫെയിൽ ആകുന്നവരില്ലേ? ജോലി ചെയ്യാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്നവരില്ലേ? നിനക്ക് ജോലി എത്ര കുറഞ്ഞ ശമ്പളമാണെങ്കിലും നീ അതിന് ശുക്ർ ചെയ്തോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. നിനക്ക് ജോലി തന്ന എംപ്ലോയർ, തന്റെ ജോലിക്കാരൻ, താൻ ഏത് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുവോ അവൻ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ, പടച്ചവനെ നീ ഇയാൾക്ക് ബറക്കത്ത് ചെയ്താലല്ലയോ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഖുർആൻ പറയാ, നിങ്ങൾക്കൊക്കെ ജോലി ഞാൻ തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ശുക്ർ ചെയ്യാറില്ല, നിങ്ങൾ അപ്പ പിടിക്കും കൂടി. അവിടെ പൂട്ടിക്കണം. ഈ തുറപ്പിക്കാൻ ആരാ ഉണ്ടാവുക? പിന്നെ പൂട്ടിക്കാൻ എല്ലാവരും ഉണ്ട്. ആരാ തുറപ്പിക്കുക? ഇവിടെ ജോലി വേണ്ടേ? ഫാക്ടറികൾ പ്രവർത്തിക്കണ്ടേ? ജോലി ഓപ്പർച്യൂണിറ്റീസ് വേണ്ടേ? പൂട്ടിക്കാൻ സമരം പിടിച്ച് നടന്ന് നാട്ടിലെ ജോലി സാധ്യതകൾ പൂട്ടിവെക്കലാണോ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യേണ്ട നന്ദി? ഖലീലം മാ തശ്കുറൂൻ. ജോലി കിട്ടിയതിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലല്ലേ? അള്ളാഹു ചോദിക്കുക.
ചെറുതും വലുതും ജോലിയുള്ളവർ നന്ദി ചെയ്തോളി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ. കിട്ടിയ ജോലിക്ക് അൽഹംദുലില്ലാ. ജോലി ഇല്ലാത്തവനും പറഞ്ഞു അൽഹംദുലില്ലാ. ഖലീലൻ മാ തശ്കുറൂൻ മിനദ്ദുനൂബി ദുനൂബ്. അപ്പോൾ ഓർമ്മ വരുന്ന പണിയില്ലാത്തവരോട് ഇരിക്കുന്നുണ്ടല്ലോ, ജോലി ഇല്ലാത്തവര്. അല്ലാഹു ഖൈറായ ജോലി തരട്ടെ. ജോലിയിൽ ടെൻഷൻ ഉള്ളവരുണ്ട്, ഭയങ്കര തലവേദന. ആ മാനേജർ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ. ഒരു ലൈൻ മാനേജറെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറെ കുറിച്ച് ജോലിയിൽ ടെൻഷൻ. അതിനൊക്കെ കൂലുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ കൂലുണ്ട്. ചിലരൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ കരയണത് കാണും. കരഞ്ഞിട്ടാ പോണത്. റബ്ബേ, എന്റെ അറബിയിലെടുത്തേക്കാൻ ഞാൻ പോണത്. പടച്ചോനെ, ഗഫ്തിരിക്കാൻ ഞാൻ കയറാൻ പോണെന്ന്. അടുത്ത ലീവ് പെരുന്നാക്ക് അര ദിവസം കിട്ടിയെങ്കിലായി. കരയാണ് ജോലിയിലെ പ്രയാസം ആലോചിച്ചിട്ട്. ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. മിനദ്ദുനൂബി ദുനൂബ് ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ. ഇങ്ങനെ മിനദ്ദുനൂബി ദുനൂബുൻ, തെറ്റുകളിൽ ചില തെറ്റുകളുണ്ട്. ലാ യുകഫിറുഹാ, ആ തെറ്റ് പൊറുക്കപ്പെടണമെങ്കിൽ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ, ജോലി അന്വേഷിച്ച് ടെൻഷൻ അടിക്കലല്ലാതെ ആ തെറ്റ് പൊറുക്കപ്പെടാൻ വേറെ വഴിയില്ല. അങ്ങനത്തെ ചില തെറ്റുകളുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, 2 ഇന്റർവ്യൂ കഴിഞ്ഞു, ആരും വിളിച്ചിട്ടില്ല. പതുക്കാൻ തുടങ്ങി. പടച്ചറബ്ബേ, 3 ഇന്റർവ്യൂ കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇതുവരെ ജോലി ഓഫർ വന്നിട്ടില്ല. ഇങ്ങനെ ജോലിയെ കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് എത്രയോ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇനി എന്താ വേണ്ടത്? ഇന്ന മിനദ്ദുനൂബി ദുനൂബൻ മിനദ്ദുനൂബി ദുനൂബുൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ. ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. വിസക്ക് അപ്ലൈ ചെയ്തു, റിജക്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തു, ഫെയിൽ. ജോലി അപേക്ഷിച്ചു, റിജക്റ്റഡ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജോലിയില്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിക്കുന്ന മനസ്സിന്റെ വിഷമം, ആ വിഷമം കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റിന് പ്രായശ്ചിത്തം ഈ ടെൻഷനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ ടെൻഷൻ ഇല്ലെങ്കിൽ, മഈശത്തിനെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി. അപ്പൊ ഈ ടെൻഷൻ അടിച്ചത് ലാഭല്ലേ? ജോലി കിട്ടാതെ നടന്നത് ലാഭമാണ്, കിട്ടിയത് ലാഭമാണ്. എന്താണ് ഇസ്ലാം? ഇവരൊക്കെ ഇസ്ലാം പരിഗണിച്ചില്ലേ? ജോലി ഇല്ലാത്തവരെ പരിഗണിച്ചു, ഇന്റർവ്യൂക്ക് ഫെയിലായവനെ പരിഗണിച്ചു, ഇന്റർവ്യൂ കിട്ടിയവനെ പരിഗണിച്ചു, കച്ചവടക്കാരനെ പരിഗണിച്ചു, വാങ്ങുന്നവനെ പരിഗണിച്ചു. എല്ലാം ഇതല്ലേ അള്ളാഹുവിന്റെ ഇസ്ലാം? ഇതല്ലേ അള്ളാഹുവിന്റെ ദീൻ? എന്തൊരു അത്ഭുതമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ, സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതിലെ കടന്നുപോയി. മഹാനായ ഇമാം തബറാനി അവരുടെ 3 മആജിമിനെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. ഒരു ചെറുപ്പക്കാരൻ, ദീ ജൽദിൻ വഖുവ, നല്ല മസിലും ശരീരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ, 6 പാക്ക്. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ കൂലി കിട്ടുന്ന ഞാൻ പറയാൻ പോണത്. അതിനൊക്കെ കൂലുണ്ട്. എപ്പെന്നറിയോ? നിങ്ങൾ അള്ളാന്റെ വഴിയിലാണ് ജിം ചെയ്താൽ, നിങ്ങൾ പിശാചിന്റെ വഴിയിലാണ് ചില നേരത്തെ. അത് എപ്പോഴാണെന്ന് പറഞ്ഞിരുന്ന ഹദീസാണിത്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിൽ നിങ്ങൾ കടന്നുപോയി. ഇതൊക്കെ നമുക്ക് പഠിക്കാനല്ലേ അള്ളാഹു അത്തരം ഹദീസുകളുടെ സാഹചര്യം സൃഷ്ടിച്ചത്? ഒരു ചെറുപ്പക്കാരൻ, നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ. അത്യാവശ്യം മസിലൊക്കെ ഉണ്ടാകുമ്പോ ടീഷർട്ടിന്റെ ആ കൈയിന്റെ അതൊക്കെ ഇതുവരെ അങ്ങനെ ചുരുങ്ങിപ്പോകും. പിന്നീട് മുട്ടുവരെ ഒന്നും മറക്കൂല. ആ മസിൽ കാണണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്തൊക്കെയും ഈ കോഴിമുട്ടയും പാലും കുടിച്ചൊക്കെ വെറുതെ ആയി പോയില്ലേ എന്നാ വിചാരം. ആ മസിൽ ഇങ്ങനെ കാണിക്കുമ്പോ കൽബിലൊരു കുളിർമ വരുന്നുണ്ടോ? അതുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കിബിർ. ചെയ്യണ്ട, എന്റെ മസിൽ തിരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോ, ഇത് എനിക്കായിട്ട് പഠിച്ചതിന്റെ കമ്പനി, ഞാൻ തന്നെ ഇത് മരിക്കേണ്ടത്, എന്റെ തടി വേണോ, എന്റെ മസിലിനൊക്കെ പറ്റിയത് തന്നെ എന്ന് തോന്നുന്നുണ്ടോ? അഹങ്കാരം എന്ന അതിന്റെ പേര്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് തോന്നണ്ട. മസിലൊക്കെ ഉണ്ടായിക്കോട്ടെ, ഖൽബ് അള്ളാഹുവിന് കൊടുക്കുക, അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ മനുഷ്യന്മാര് പലതും പറയുമല്ലോ. നമ്മൾ മുമ്പ് കൂടെ നല്ല മസിലൊരു ചെറുപ്പക്കാരനെ പോയി നമ്മൾ ഒരേ ഡയലോഗും പറയില്ല. ഇപ്പൊ ഇരുന്നോലൊക്കെ മോന്റെ ഒരു മസില്, മോന്റെ വിചാരം ഇപ്പൊ വലിയ സംഭവം, പഞ്ച ഒലിച്ചു പോകും എന്റെ മസില്, ഒന്നും അവൻ അറിയില്ല. നമ്മളിങ്ങനെ പറയൂലേ. സ്വഹാബത്ത് അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഓലെന്താ പറഞ്ഞെന്നറിയോ? അപ്പൊ സ്വഹാബികൾ ഒരു വാക്ക് പറഞ്ഞു, ഭയങ്കര രസകരമായ ഹദീസ്. വൈഹു ഹാദാ ലൗ കാന ശബാബുഹു വജലദുഹു ഫീ സബീലില്ലാഹ്. എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? ഇവന്റെ ഈ മസിലുകളും ഇവന്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം?
ഈ മസിൽ കാണിച്ച് നടക്കുന്ന ഇവനൊക്കെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിന് വന്നാലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ എന്നൊക്കെ. അത് ആ സാഹചര്യങ്ങളാണ്, യുദ്ധമുള്ള കാലമാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, മസിൽ കാണിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വരണ്ടേ. തങ്ങളിത് കേട്ടു. ഇങ്ങനെ നല്ല മസിലുള്ള ഒരാൾ പോയി ഇവരൊക്കെ പറഞ്ഞു, ഈ മസിലൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? നബി തങ്ങൾ പറയുകയാണ്, ലാ തഖൂലു ഹാദാ, നിങ്ങളിത് പറയരുത് സ്വഹാബത്തെ. ഫഇന്നഹു, ഈ ചെറുപ്പക്കാരൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ഇൻ കാന യസ്ആ അലാ നഫ്സിഹി ലിയകുഫഹാ അനിൽ മസ്അല യുഗ്നിഹാ അനിൻ നാസ്, ആളുകളോട് യാചിച്ചു നടക്കാതെ സ്വന്തമായി ഒരു ജോലി ചെയ്ത് സമ്പാദിക്കാനാണ് ഇവൻ ഈ പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഇവൻ പോകുന്നത്? സ്വന്തം അധ്വാനിക്കാനാണ്. അധ്വാനിക്കാതെ നടന്ന അവരെ നാട്ടുകാർ നോക്കണ്ടേ? ആളുകൾക്ക് ഭാരമായില്ലേ? യാചന ഇല്ലാതിരിക്കാൻ, ആളുകൾക്ക് ഭാരമാവാതിരിക്കാൻ, സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ളത് വാങ്ങാൻ, അവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, അവന്റെ വസ്ത്രം, ഇതിനൊക്കെയുള്ള കാശുണ്ടാക്കാൻ അവൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറഞ്ഞു കൊടുത്തു. വഇൻ കാന യസ്ആ അലാ അബവൈനി ളഈഫൈൻ, വളരെ പാവപ്പെട്ട പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരിക്കെ ആ ഉമ്മാക്കും വാപ്പാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുക്കാൻ ജോലി ചെയ്യാൻ പോയ ചെറുപ്പക്കാരനാണെങ്കിലോ, നിങ്ങൾ പറയാ, വെറുതെ അങ്ങോട്ട് പറയില്ലേ, അയാളുടെ നിയ്യത്ത് എന്താ നിങ്ങൾ അറിഞ്ഞോ? അയാളെ വീട്ടിൽ ചിലപ്പോ വയസ്സായ ഉമ്മയും വാപ്പയും കാണും, അവരെ നോക്കാൻ ജോലിക്ക് ഇറങ്ങിയതായിരിക്കും. വളരെ ദുർബലരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരിക്കും, ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ആണ് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്. സുഹാബത്തെ, അവൻ യുദ്ധം ചെയ്യുന്ന സുഹാബത്തിന്റെ കൂലിയിൽ തന്നെയാണ്. ഇനി അടുത്ത് പറയണം, ശ്രദ്ധിക്കാം. ഇനി ഇവൻ പുറത്തിറങ്ങുന്നത് ആളുകൾക്ക് തന്റെ മസിൽ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ, എനിക്ക് കുറെ ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനും പൊലിമ കാണിക്കാനുമാണ് പുറത്തിറങ്ങിയത് എങ്കിൽ അവൻ പിശാചിന്റെ വഴിയിലാണെന്ന് റസൂലുള്ളാഹ്. അത്രേ പ്രശ്നമുള്ളൂ. മസിലിനൊന്നും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ പിന്നാലെ നടക്കാൻ ഈ മസിൽ ഉപയോഗിക്കല്ലേ, ആളുകളെ കാണിച്ച് ഞെട്ടിക്കാനും നടത്തല്ലേ, ഞാൻ ആരോഗ്യമുള്ള ആളാണെന്ന് നാട്യം, ഇതിന് നീ നടക്കല്ലേ, അതൊക്കെ പിശാചിന്റെ വഴിയാണ്. നിനക്ക് മസിലുണ്ടായി, ജോലി ചെയ്യാനാണ് നീ എക്സർസൈസ് ചെയ്ത്, ജോലി ചെയ്യാനാണ് നീ ഇതൊക്കെ ഈ പോക്ക് പോകുന്നത്. നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ നീ ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന ജിഹാദിന്റെ കൂലിയുള്ള പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളെ കണ്ടു, ചോദിച്ചു, എന്താ പണി? അയാൾ പറഞ്ഞു, അതഅബ്ബദു, ഞാൻ ഫുൾ ടൈം പള്ളിയില്ല, ഒരു പണിയില്ല, നിസ്കരിച്ചിരിക്കല പണി. അപ്പൊ കുടുംബം ആരാ നോക്കണത്? അഹി, എന്റെ കൂട്ടുകാർ, എന്റെ സഹോദരന് ജോലി ഉണ്ട്, അതുപോലെ ചെലവൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളോ? ഞാനൊരു പണി എടുക്കണില്ല, ഞാൻ പള്ളിയിലായിരിക്കണത്. ഈസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി നമ്മുടെ ഹദീസിന്റെ കിതാബുകൾ കാണാം. എന്താ പറഞ്ഞെന്നറിയോ? അഖൂക അഅബദു മിൻക, നിന്റെ സഹോദരനാണ് നിങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യുന്നത്. പള്ളിയിലെ നിങ്ങളുടെ ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് മക്കളെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത്. നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ ആരാണോ നിങ്ങളെ ചെലവ് പുലർത്തുന്നത്, അയാളാണ് നിങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യുന്ന ആൾ. അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്നവര്, പ്രവാസികള്, നാട്ടിൽ ജോലി ചെയ്യുന്നവര്, അവരുടെ ചെലവിലായി ഇവിടെ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് അവരവിടെ ചെയ്യുന്ന ജോലിയും ജോലിയുടെ ടെൻഷനുമെന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. ഇസ്ലാമിന്റെ പോളിസിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ജോലി ലാഭമില്ലേ? കച്ചവടം ചെയ്യുന്ന ലാഭമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ യഖഉദു അഹദുകും അൻ തലബിർ റിസ്ഖി, ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കല്ലേ, ഒരു പണിയും ചെയ്യാതിരിക്കല്ലേ. യഖൂലു, ഓൻ പറയണെന്താ, അല്ലാഹുമ്മ അർസിഖ്നി, പടച്ചോനെ എനിക്ക് റിസ്ക് നീ താ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കല്ലേ. ഫഖദ് അലിംതും
ആകാശത്ത് നിന്ന് സ്വർണം വെള്ളി ഒന്നും ഇറങ്ങൂല, നിങ്ങൾക്കറിയില്ലേ? ജോലി ചെയ്യണം കേട്ടോ, വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എക്സർസൈസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. എക്സർസൈസ് ചെയ്യാൻ പാശ്ചാത്യന്മാരൊക്കെ 20-ാം വയസ്സ് മുതൽ ഓടാൻ തുടങ്ങും, മിനിമം. അതിന് മുമ്പേ തുടങ്ങും. നമ്മൾ ഓടാൻ തുടങ്ങും ട്രൗസർ ഇട്ടിട്ട് എപ്പോ? 40 വയസ്സ് കഴിഞ്ഞിട്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി ഓടാൻ ഞാൻ കാര്യം പോക്കാണ്. അപ്പൊ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് ഓടുകയാണ്. 40 കഴിഞ്ഞിട്ട് ആകെ ആരോഗ്യത്തെ പറ്റി ആലോചിക്കണ തന്നെ. അങ്ങനെ ആയിക്കൂടാ. എക്സർസൈസ് ചെയ്യണം. ഒരു ദിവസം കുറച്ചു നേരം അതിനും കൊടുക്കണം. എക്സർസൈസ് ചെയ്യണം. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യമുള്ള മുഅ്മിനാണ് ആരോഗ്യമില്ലാത്തവനെക്കാളും അല്ലാഹുവിന് ഇഷ്ടം. വഫീ കുല്ലിൻ ഖൈർ, രണ്ടാളിലും ഖൈറുണ്ട്. ആരോഗ്യമില്ലാത്തവനും അല്ലാഹുവിന്റെ അടുത്ത് ഖൈറുണ്ട്. പക്ഷേ ആരോഗ്യമുള്ളവനെയാണ് അല്ലാഹുവിന് എത്രയും ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൊളസ്ട്രോൾ ഇല്ലാത്ത മുഅ്മിനിനെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഒബിസിറ്റി ഇല്ലാത്ത മുസ്ലിമിനെ അല്ലാഹുവിന് ഇഷ്ടമാണ്. കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നവൻ, അത് വരാതിരിക്കാൻ എക്സസൈസ് ചെയ്തവൻ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ, ആരോഗ്യമുള്ള ആണിനെ, പെണ്ണിനെ, ആരോഗ്യമുള്ള മുഅ്മിനിനെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ വീടുകൾക്ക് സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അധികം വീടുകൾക്ക് ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യം കയറിറങ്ങിയാൽ മതി. അത് കയറാതിരുന്നാൽ പിന്നെ മുട്ടുകാല് വളയില്ല. പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യം സൂക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള മുഅ്മിനീങ്ങളാവണേ, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ആരോഗ്യമില്ലാത്തവരിലും നന്മയുണ്ട്. വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യം വേണം. അതിന് കുറച്ചു നേരം ദിവസം ചെലവഴിക്കണം. ഒരു അസറിന്റെ ശേഷം ഒന്ന് നടക്കുക, കുറച്ചു നേരം നടക്കാൻ പറ്റുന്നിടത്ത് ഒരു എക്സസൈസ്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒക്കെ അല്ലേ ഇതൊക്കെ ചെയ്യൽ. ഇസ്ലാമിന്റെ ഭാഗം മുഅ്മിനെ, ഇതിനൊക്കെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കാണ്. ബഹുമാനപ്പെട്ടവര് നിസ്കരിച്ച് തളർന്നു. എന്നും നോമ്പന്നെ, സുന്നത്ത് നോമ്പ് തളർന്നു. ആ നേരം മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അവരോട് പറഞ്ഞ വാക്കാണ് സും വഅഫ്തിർ. നോമ്പെടുക്കണം. നോമ്പില്ലാത്ത അവസ്ഥയും വേണം. റമദാനിലല്ലോ സുന്നത്ത് നോമ്പ്, എന്നും നോമ്പ് വേണ്ട. കുറച്ച് ദിവസം നോമ്പെടുക്കാതെ നിൽക്കണം. എന്നു രാത്രി മുഴുവൻ നിസ്കാരം, അത് വേണ്ട. കുറച്ച് ഉറങ്ങിക്കോ, ഉറക്ക് വേണം, നിസ്കാരം വേണം. നോമ്പെടുക്കണം, എടുക്കാതിരിക്കണം. നിന്റെ ശരീരം നോക്കൽ നിന്റെ ബാധ്യതയാണ്. നിന്റെ കണ്ണിന് ഉറക്കം വേണം. ആ കണ്ണിന്റെ അവകാശം കൊടുത്തേ പറ്റൂ. ഉറങ്ങാതെ നടക്കരുത്, ഉറക്കൊഴിക്കരുത്. പിന്നെ നിങ്ങൾ ശരീരത്തെ തളർത്തരുത്. ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കണം. ശരീരം നശിപ്പിക്കല്ലേ എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ശരീരം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി. എന്തൊരു മനോഹരമാണ് ഇസ്ലാം. ചെയ്യണം. അമ്പെയ്ത്ത് പഠിക്കാൻ പറഞ്ഞ് സ്കില്ലുകൾ വേണം. അമ്പെയ്ത്ത് പഠിക്കണം. മൻ അലിമ റമ്യ, അമ്പെയ്ത്ത് പഠിക്കുകയും അത് മറക്കുകയും ചെയ്തവൻ ഫഖദ് അസ്വാ അബൽ ഖാസിം, അല്ലാഹുവിന്റെ റസൂലിനെ എതിര് ചെയ്തു എന്ന് ഹദീസുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിക്കണം. സ്കില്ലുകൾ വേണം, സ്കിൽസ് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, കുല്ലു ഷൈഇൻ ലൈസ ഫീഹി ദിക്റുല്ലാഹി ഫഹുവ ലൈബുൻ വലഹ്വൻ. അല്ലാഹുവിനെ ഓർക്കാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും അനാവശ്യമായ എന്റർടൈൻമെന്റുകളും അനാവശ്യമായ കളികളുമാണ്. 4 ഒഴികെ. അതിൽ നിങ്ങൾ അല്ലാഹനെ ഓർത്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് കൂലി കിട്ടുന്ന വിഷയമാണ്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കൂടെ സമയം സല്ലപിച്ചു കഴിയുന്നത്. ഒരാൾ തന്റെ കുതിരയെ അച്ചടക്കം പഠിപ്പിക്കുന്നത്, ഹോഴ്സ് റൈഡിംഗ്. അമ്പെയ്ത്ത് പഠിക്കാൻ അമ്പിന്റെ എയിമിന്റെ ഇടയിലൂടെ നടക്കുന്ന നടത്തം. നീന്തൽ പഠിക്കുന്നതും നിങ്ങൾക്ക് പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്തൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ മതമാണ്. എവിടെ? മക്കയിൽ ഒരു കുളമുണ്ടായിരുന്നില്ല. അതാണ് അത്ഭുതം. അവിടെ പുഴയില്ല. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ,
ഹഖ്ഖുൽ വലദി, ഒരു കുട്ടിക്ക് അവകാശമാണ് അൻ യുഅല്ലിമഹുൽ കിതാബ, കുട്ടിയെ എഴുത്ത് പഠിപ്പിക്കണം. സ്കൂളിൽ പറഞ്ഞേക്കൽ നിങ്ങൾ ചെയ്യുന്ന ബാധ്യതയാണ്. വസ്സിബാഹ, നീന്തൽ, സ്വിമ്മിംഗ്, നീന്തൽ പഠിപ്പിക്കണം. വറമ്യ, അമ്പെയ്ത്ത്, ആർച്ചറി എന്ന് പറയാം, അമ്പെയ്ത്തിന് ആർച്ചറി പഠിപ്പിക്കണം. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇത് മക്കളെ പഠിപ്പിക്കൽ വാപ്പയുടെ ബാധ്യതയാണ്. ഇങ്ങനെ പറഞ്ഞൊരു ദീനുണ്ടോ? തടി നോക്കണം എന്നല്ലേ പറയുന്നത്, ഇതിനൊക്കെ കൂലിയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നീന്തിയിട്ടുണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹ 6 വയസ്സുള്ള നബിയെ കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോയി അമ്മായിമാരെ, മൂത്തമ്മമാരെ, ഇളാമ്മമാരെ കാണിച്ചു കൊടുക്കാൻ. ആ നേരത്തെ മദീനയിലെ ഒരു കുളത്തിൽ നീന്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ ചെയ്ത് മദീനത്തേക്ക് വന്നപ്പോൾ ദാറു താബിഈലേക്ക് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവിടെയാണ് എന്റെ ഉപ്പ മറവ് ചെയ്യപ്പെട്ട സ്ഥലം. ഇതിനരികത്തുള്ള ഈ കുളത്തിൽ എന്റെ ഉമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ നീന്തിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും നീന്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി. നീന്തിയ കുളമാകട്ടെ അദീ ഇബ്നു ബനി നജ്ജാറിന്റെ കുളമായിരുന്നുവെന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ഓർത്തെടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്തുന്നത് അല്ലാഹുവിന് വേണ്ടി, ആരോഗ്യമുള്ള തടിയാവാൻ വേണ്ടിയാണ് നീന്തുന്നതെങ്കിൽ നീന്തൽ നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന കർമ്മത്തിലേക്ക്, ഷെഡ്യൂളിലേക്ക് വെച്ചോ, അത് നിങ്ങൾക്ക് കൂലിയുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്താണത്. ഇമാം സർഖാനി തങ്ങൾ മവാഹിബുൽ ലദുന്നിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങളും അവിടുത്തെ സ്വഹാബികളും മദീനയിൽ ഒരു കുളത്തിൽ ഇങ്ങനെ നീന്തുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നമുക്കൊന്ന് നീന്തി കളിക്കാമല്ലോ. നീന്തി കളിക്കൂലേ കുളത്തിലൊക്കെ? എന്നൊക്കെ ആർക്കാ കുളിക്കാൻ പറ്റിയ കുളമല്ല, ഒന്നതിന് നേരമല്ല. പിന്നെ എന്തിനാ ഇപ്പൊ നേരം? സൽക്കാരത്തിനും കല്യാണത്തിനും പോകാം, വേറെ ഒരു പണിക്കും നേരമല്ല. തിന്നെ നബി തങ്ങൾ പറഞ്ഞു, കുളത്തിൽ ഇറങ്ങിയിട്ട് സ്വഹാബികളോട് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് അവിടെന്ന് പറയാണ്, യസ്ബഹു കുല്ലു റജുലിൻ ഇലാ സാഹിബിഹി, ഒരു കൂട്ടരപ്പുറത്ത് ഒരു കൂട്ടരിപ്പുറത്ത്, ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരിലേക്ക് നീന്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നീന്തി നബിതങ്ങളും സ്വഹാബികളും നീന്തി. നബിതങ്ങൾ നീന്തി അടുത്തത് ആരുടെ മുമ്പിലേക്കെന്നറിയുമോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക്. സിദ്ദീഖ് തങ്ങളെ ഫആനകഹു, അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഹബീബ് പറയുകയാണ്, അന വസാഹിബി, ഞാനും എന്റെ കൂട്ടുകാരനും, ഞാനും എന്റെ കൂട്ടുകാരനും ഇതാ ഒത്തിരിക്കുകയാണ്, ഞാനും എന്റെ കൂട്ടുകാരനും ഇതാ അടുത്തിരിക്കുകയാണെന്ന് കൂട്ടുകാരിലേക്ക് നീന്താൻ മത്സരിപ്പിച്ച നബിയാണ് മുഅ്മിനെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നീന്തലിന് കൂലില്ലേ? ചെയ്യണമെന്നായി പഠിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളോട് രണ്ടുപേരും ഇഹ്റാം ചെയ്തിരിക്കെ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ശ്വാസം പിടിച്ചിരിക്കുന്നതെന്ന് നോക്കാമല്ലോ. കുളത്തിൽ അങ്ങനെയൊക്കെ കളി ഉണ്ടായിരുന്നു അല്ലേ? ഉമർ തങ്ങൾ പറഞ്ഞു, തആൽ ഉബാഖീക ഫിൽ മാ അയ്യുനാ അത്വലു നഫസാ, ആർക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ വരി ഇബ്നു അബ്ബാസ്, നമുക്കൊന്ന് മുങ്ങി ശ്വാസം പിടിച്ചു നോക്കാമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, നബി തങ്ങളുടെ മൂത്താപ്പയുടെ മകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണല്ലോ ഇന്നത്തെ എക്സർസൈസ്. വെയിറ്റ് ലിഫ്റ്റിംഗ് അറബിയിൽ അതിന് പറയുന്ന പേര് റബ്അ എന്നാണ്. റബിഅ എന്നൊക്കെ പറഞ്ഞാൽ, റബിഅ അറബിയുടെ പേരുണ്ട്, റബിഅ മർബൂഅ. ഈ വെയിറ്റ് അന്ന് കല്ലേ ഉള്ളൂ. ഇന്നലെ നമ്മൾ മെറ്റലിന്റെ ബോളുകളും അതുപോലെ റിങ്ങൊക്കെ ആക്കിയത്, അന്ന് കല്ല പൂക്കുക. അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് അറബികളിൽ ആദ്യമായി കൊണ്ടുവന്നത് ഒരു സ്വഹാബിയാണെന്നറിയണം. അത് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ജാബിർ തങ്ങളാണ് അറബ് ലോകത്ത് ആദ്യമായി വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത്. റസൂലിന് ഇഷ്ടമായിരുന്നു. സ്വഹാബികൾ ചെയ്ത് എന്തേ? ആരോഗ്യം ഉണ്ടാവണം, ആരോഗ്യം വേണം. കളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ഫുട്ബോളോ കളിച്ചോളൂ, ഒരൊറ്റ കണ്ടീഷൻ, കാലിന്റെ മുട്ട് മറക്കണം. നിങ്ങൾ എന്ത് ജേഴ്സി ഇട്ട് അണിഞ്ഞോ ഇറങ്ങിയോ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഹലാലിനെ പറ്റി ഹറാം എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഏത് ജേഴ്സി ഇട്ടോ അതിനൊന്നും കുഴപ്പമില്ല. മുട്ട് മറയുന്ന ട്രൗസർ ആയിരിക്കണം. മുട്ടുകാല് കാണും, കാലിന്റെ തുട കാണരുത്.
അങ്ങനെ നിങ്ങൾ എന്ത് കളിയും കളിച്ചോളി. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവനും മറക്കണേ, അത് വേറെ വിഷയം. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമുള്ളിടത്ത് അവരുടെ ജോലി സമയത്ത് വെളിവാകുന്നൊക്കെ വെളിവാകും പ്രയാസമില്ല. ആണുങ്ങളുടെ മുമ്പിലല്ലേ ആണുങ്ങൾ കളിക്കാണ്, അധികം ആണുങ്ങളല്ലേ കളിച്ചു നടക്കുന്നത്. ഇനി ഈ കളിക്കുന്ന കളിക്കാർ മുസ്ലിമാണെന്ന് ഗാലറിയിൽ വരാതെ തന്നെ നോക്കിക്കാണാൻ പറ്റണം. നോക്കിയാൽ മനസ്സിലാണ് ഇത് മുസ്ലിം കുട്ടികളായി കളിക്കുന്നത്. കണ്ടില്ലേ, ഔറത്ത് മറച്ചിട്ടുണ്ട്. അങ്ങനത്തെ കളിക്കാർ നിസ്കാരം കളാക്കരുത്. ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം വേണം. അങ്ങനെ നിങ്ങൾ കളിച്ചു, ആ കളി നിങ്ങൾക്ക് ഇബാദത്താണ്. ആ കളി നിങ്ങൾക്ക് ഇബാദത്താണ്. ഇതൊക്കെ ഒരു ദിവസത്തിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ മുതലാക്കാൻ പറ്റും. ഔറത്ത് കാണിക്കരുത്. ലാ തക്ഷിഫ് ഫഖിദക, നിന്റെ കാലിന്റെ തുട നീ പ്രത്യക്ഷപ്പെടുത്തരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി നമ്മുടെ തുണി മടക്കിയെടുക്കുന്ന സമയത്ത് കാലിന്റെ മുകൾ ഭാഗം കാണിക്കരുത്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ? ഗാലറി ഇരിക്കാൻ പറ്റുമോ? ഉസ്താദേ, മസ്അല എന്താണ്? ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റുമോ ഇല്ലയോ? ഉസ്താദ് ഇപ്പൊ പറഞ്ഞേ പറ്റൂ, അല്ലെ നിങ്ങൾ വിടൂല. ഒരു ഉദാഹരണം പറയാൻ ഒരാൾ ചോദിച്ചു. ഈ ഹദീസ് അതിന്റെ മറുപടി നിങ്ങൾ തീരുമാനിക്കാം. ആണിനോട് പുരുഷനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്, നിങ്ങൾ കാലിന്റെ തുട കാണിച്ചു കൊടുക്കല്ലേ. വലാ തൻദുർ, നിങ്ങൾ നോക്കരുത്. ഇലാ ഫഖിദി ഹയ്യിൻ ഔ മയ്യിത്തിൻ വലാ മയ്യിത്തിൻ, മരിച്ചാളിന്റെയോ ജീവിച്ചിരിക്കുന്ന ആളിന്റെയോ കാൽ തുടയിലേക്ക് നോക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇപ്പൊ മസാല? ഈ വേദന ഇങ്ങനെ പറയുമെങ്കിൽ ഞാൻ വരൂലായിരുന്നു അല്ലേ? അങ്ങനെ ചില കളിക്കാരും ചില കളിയുടെ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിരല് കടിക്കുന്നുണ്ടാവും. പഠിച്ചോനെ, മൂല്യര് പറഞ്ഞപ്പോ കളി നിർത്തേണ്ടി വരുമല്ലോ. അല്ലല്ല, കളി നിർത്തണ്ടേ. പ്ലേയേഴ്സ് എന്ത് ചെയ്യാ? കാലിന്റെ തുടമറയുന്ന ട്രൗസർ ഇട്ടിട്ട് കളിക്കുക. അത്രയല്ലേ വേണ്ടുള്ളൂ. അതിനിപ്പോ എത്ര ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് താഴെ ഇറക്കാൻ ക്ലോത്തിന് എത്ര വില ഏറെ വരും? അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് സഹിച്ചൂടെ? പുണ്യതല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടം അതല്ലേ? ഇൻഷാ അല്ലാഹ് ചെറുപ്പക്കാർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? നിങ്ങൾ അങ്ങനെ കളിക്കും, അതിന് കൂലി ഉണ്ടാവും. നിസ്കാരം കളാക്കരുത്. സമയം വളരെ വിലപ്പെട്ടതാണ്, സമയം നഷ്ടപ്പെടുത്തരുത്. മരിച്ചിങ്ങനെ പോവാണ്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഹ് ക്യാ ആയേ റിയാസേ ദഹർ മേ ഹം ക്യാ ഗയേ, ജിന്ദഗി കി ഷാഖ് മേ ഫൂട്ടേ ഖിലേ മുർജാ ഗയേ. സമയം കളിച്ചു കൊല്ലരുത്. സമയം വിലപ്പെട്ടതാണ്. അത് അല്ലാഹു അനുവദിച്ച ഹലാലിലെ ചെലവഴിക്കാവൂ. ഏത് കളിയും എന്തും അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ സമയം കൊല്ലുന്ന പണിയാവരുത്. ഉപകാരം വേണം. കളി കണ്ടിരിക്കുന്നത് ഒരു പാസീവ് എക്സസൈസാണ്. കളിക്കുന്നവന് നല്ല ആരോഗ്യമാണ്. പക്ഷെ ഈ കളി കണ്ടിരിക്കുന്ന ക്രിക്കറ്റ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പാസീവ്, വെരി പാസീവ്. അത് നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. നിങ്ങൾ കളിക്കും, ആരോഗ്യത്തോടു കൂടി ആരോഗ്യം ഉണ്ടാവട്ടെ. നല്ല കളിയും നല്ല കാര്യങ്ങളും ഇസ്ലാം സ്കിൽസുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നല്ലത്, ഉപകാരമുള്ളത്. രസകരമായൊരു സംഭവം നടന്നിട്ടുണ്ട്. മഹാനായ അബൂ ജഅഫറുൽ മൻസൂർ, മഹാനായ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന ഒരു ഭരണാധികാരി, മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ മഹാനായ ഭരണാധികാരി, ഇറാഖ് ഭരിച്ച ഭരണാധികാരി. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഒരാൾ അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാ. കാശ് വാങ്ങിക്കാൻ അന്ന് രാജാക്കന്മാര് പൈസ കൊടുക്കും. അയാൾ പറഞ്ഞു, അബൂ മൻസൂർ ഖലീഫ, എനിക്കൊരു ഭയങ്കര സ്കിൽസ് ഉണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ സർക്കസ് കാണൂല എന്ന പോലെ ഒരാൾ വന്നതാ. എന്താണെന്നറിയോ? അയാൾ ഒരു 10-20 പാത്രങ്ങൾ ഇങ്ങനെ ഇട്ട് കളിക്കുക, ഒന്നും താഴെ വീഴാതെ. ചില ബോളുകളിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടല്ലോ. 10-20 പാത്രങ്ങൾ കുറെ നേരം ഇയാൾ ഇങ്ങനെ വായുവിലിട്ടിട്ട് താഴെ വീഴാതെ. ഭയങ്കര സ്കിൽ. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, ഒന്നുകൂടെ ഉണ്ട് എന്റെ കയ്യിൽ. ഒരു സൂചി എടുത്തു, ആ സൂചി താഴെ ഇട്ടു. അടുത്ത സൂചി ഒരൊറ്റ ഏറ് കൊണ്ടത് ആ സൂചിയുടെ തുളയിൽ. വേറൊരു സൂചി ഇട്ടു, 4ാമത്തെ സൂചി കൊണ്ട് എറിഞ്ഞു. 3 അതും കൊണ്ടു ആ സൂചിയുടെ തുളയിലേക്ക്. ഇങ്ങനെ താഴെ ഒരു സൂചി, മേലെ ഒന്ന്, ഇങ്ങനെ 100 സൂചി എറിഞ്ഞു. 100 സൂചി. അങ്ങനത്തെ സ്കില്ലൊക്കെ പാരം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടില്. സൂചി എറിഞ്ഞിട്ട് ജനങ്ങളൊക്കെ എല്ലാരും ഭയങ്കര അത്ഭുതം. പടച്ചോനെ, തരക്കേടില്ലല്ലോ. ഖലീഫ മൻസൂർ ചോദിച്ചു, കളി കഴിഞ്ഞു എന്ന് ചോദിച്ചു. കളി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഇയാൾക്ക് കൊടുത്തേക്കണം 1000 ദിർഹം വെള്ളി നാണയം സമ്മാനം കൊടുക്കി. 100 അടി കൊടുക്കി എന്ന് പറഞ്ഞു. എന്തിനാണ് അടി? 1000 ദിർഹം കിട്ടിയത് മനസ്സിലായി.
100 അടി അടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണെന്നറിയോ? لأنه أضاع وقت المسلمين فيما لا يفيدهم ولا ينفعهم. മുസ്ലിമീങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു പണി ചെയ്തിട്ട് അവരെ സമയം കളഞ്ഞിട്ടുണ്ട്. കൊടുക്കി 100 അടിവന്. മഹാനായ മൻസൂർ, ഖലീഫ മൻസൂർ എന്നവർ മഹാൻപുറുകൾ അവർക്ക് ഉത്തരവിടുകയാണ്. 100 അടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനത്തെ സർക്കസ് ഒക്കെ എത്ര ആൾക്കാർ ചെയ്ത് നടക്കേണ്ട ഒരു പണിയില്ലാതെ മുസ്ലിമീങ്ങളുടെ സമയം കളഞ്ഞ പണിയാണ്. എന്റെ സ്കിൽസിന് ഞാൻ തരാം 1000 ദിർഹം. പഠിച്ചു കുറെ സമയം ചെലവഴിച്ചില്ല. ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യണം, അപ്പോഴേ ഒരു വിഷയത്തിൽ മാസ്റ്ററി കിട്ടുള്ളൂ. അതിന് 1000 ദിർഹം. പിന്നെ എന്തിനാ അടിയെന്നറിയോ? ഈ ഒരു കാര്യമില്ലാത്ത ഈ പണികൾ പഠിച്ചുണ്ടാക്കിയത്. നിനക്ക് എന്തെല്ലാം നല്ല കാര്യം ഈ സ്ഥാനത്ത് വേറെ ഉപകാരപ്പെടുന്ന പഠിക്കാമായിരുന്നു. അതിന് കിടക്കട്ടെ 100 അടിയൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് മൊത്തത്തിൽ ഒരു വിഷയം മനസ്സിലാക്കാനുള്ള ഒരു വാതിൽ തുറന്നു തരികയാണ്. ഏത് നമുക്ക് പറ്റും, ഏത് പറ്റില്ലെന്നറിയാൻ. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയട്ടെ. അവർ വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ചെയ്യുന്ന ജോലിയൊന്നും പുരുഷന്മാരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അതൊന്നും ചെറുതായി കാണിക്കരുത്. അവർക്കതിന് ഒരുപാട് കൂലിയുണ്ട്. നിങ്ങൾ ഭക്ഷണം വെക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കൂലിയാണ്. നിങ്ങളുടെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന കൂലി. ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന അങ്ങനെയാണ്. കുട്ടികളെ അവർക്ക് പാല് കൊടുക്കും, കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഭയങ്കര കൂലിയുള്ള വിഷയമല്ലേ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊന്നും നമ്മളെ പണിയല്ല എന്ന് പറഞ്ഞ് ചിന്താമത വിളിച്ചിറങ്ങല്ലേ പെണ്ണുങ്ങളെ. ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ചിന്തിക്കണം. മുസ്ലിമിന് അത് പറ്റൂല. എന്തേ കാരണം എന്നറിയോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബദ് തങ്ങളോട് പറഞ്ഞു, ഇബ്നു അബ്ബദേ, നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളായിരുന്നു അവരെ ഞാനാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? താബീനോട് പറഞ്ഞു കൊടുക്കുക. ഇബ്നു അബ്ബദ് റഹ്മഹുല്ലാ പറഞ്ഞു, ഞാനും ഫാത്തിമ ബീവിയും എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു തരിൻ. ഫാത്തിമ ബീവി ഇന്നഹാ ജറത് ബിർറഹാ ഹത്താ അത്ഥറത് ഫീ യദിഹാ. ഫാത്തിമ ബീവി ഗ്രൈൻഡർ പിടിച്ച് നടന്നിട്ട്, അന്ന് ആസുകല്ല് എന്നാണ് പറയാ, ആസുകല്ല് പിടിച്ച് നടന്നിട്ട് കൈകളിലൊക്കെ ബ്ലിസ്റ്റർ, കൈകളിലൊക്കെ മുറിവ് വന്നിട്ടുണ്ട്. എന്റെ ഭാര്യ രാജകീയമായ സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്ന പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ മുറിവ്. വീട്ടുജോലി ചെയ്തിട്ട്. ജോലി ചെയ്തത് മോശമെന്ന് വിചാരിക്കരുത്. വീട്ടുജോലിക്കൊരു ഖാദിമിനാക്കാം, ഒരു സെർവന്റ് ആയിക്കോട്ടെ, ഒരു മെയ്ഡ് സെർവന്റ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഹദീസായത്. വകനസത്തിൽ ബൈത, വീട് അടിച്ചു വാരിയിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവരുടെ പരിശുദ്ധമായ വസ്ത്രം പൊടി പിടിച്ചിട്ടുണ്ട്. വീടടിച്ചു വാരിയിട്ട്. നമുക്കൊക്കെ അങ്ങനെ അടിച്ചുവാരി പൊടിയുള്ള വല്ല അവസ്ഥ, മുറ്റടിച്ചു വാരണ്ടേ അല്ലേ? വീടിന്റെ അകത്തൊന്നും പൊടിയില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് അടിമ സ്ത്രീകളും അടിമകളും സമ്മാനമായി കിട്ടിയെന്ന് ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഫാത്തിമ, അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങളൊന്ന് പോയി ചോദിക്കുമോ നമുക്കൊരടിമയെ തരാൻ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോയി നബിയുടെ അടുത്തേക്ക്, വാപ്പയുടെ അടുത്തേക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെന്നപ്പോ ഫവജദത് ഇൻദഹു ഹദ്ദാഹൻ, വർത്തമാനം പറഞ്ഞ് തീരാത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടു. ഫാത്തിമ തിരിച്ചു പോന്നു. വർത്താനം കഴിഞ്ഞ് തീർന്നാലല്ലേ അടുത്തൊക്കെ കയറാൻ പറ്റുള്ളൂ. ഈ വർത്താനം പറഞ്ഞ് തീരാത്ത മനുഷ്യന്മാർ ശ്രദ്ധിക്കണേ, അത് വലിയൊരു വീക്ക്നെസ് ആണ്. വർത്താനൊക്കെ ചുരുക്കണം. സമയം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സമയമൊക്കെ. നബി തങ്ങളുടെ മുമ്പിൽ വന്ന വർത്തമാനത്തോട് വർത്താനം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുറെ നേരം കാത്തു തിരിച്ചു പോന്നു. ഇതറിഞ്ഞ നബി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അലി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, അമാലകി ഹാജ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഫസകതത്, ഫാത്തിമ ബീവി ഒന്നും പറഞ്ഞില്ല. അലി തങ്ങൾ പറഞ്ഞു, നബിയേ, ഫാത്തിമക്ക് പറയാൻ ഒരുപാടുണ്ട്, നാണം കൊണ്ട് പറയാതിരിക്കുകയാണ്. ഞാനത് പറഞ്ഞു തരട്ടെയോ നബിയേ? അവര് ആശുകല്ല് പിടിച്ച് കയ്യിൽ മുറിവാണ്. വെള്ളം ചുമന്നു കൊണ്ടുവന്നിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് ഓടി നടക്കുന്ന പെൺകുട്ടി, നീ ഇതൊന്ന് കേൾക്കണേ. ഭർത്താവ് അയച്ചു തരുന്ന പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന കുടുംബിനിയെ, നീ ഇതൊന്ന് കേൾക്കണേ. വെള്ളം കൊണ്ടുവരുന്ന തോൽപാത്രം തോളിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്നിട്ട് കഴുത്തിൽ കല വീണിട്ടുണ്ട്, മുറിവ് വന്നിട്ടുണ്ട്. പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നബിയേ,
അതുകൊണ്ട് അങ്ങേക്ക് ലഭിച്ച അടിമകളിൽ ഏതെങ്കിലും ഒരാളെ സഹായത്തിന് കൊടുത്താൽ ഈ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമല്ലോ. നോക്കണം, പ്രയാസം നീങ്ങാനായി വന്നത് ആർഭാടത്തിനല്ല, ആർഭാടത്തിനല്ല വന്നത്, പ്രയാസം നീങ്ങാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഉമ്മമാർ കേൾക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണിത്. നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ചെയ്യുന്ന ജോലികൾക്ക് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. എന്തേന്നറിയോ? ഇത് നിങ്ങൾ റസൂലിനെ അനുസരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ നിങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ. ഇത്തഖില്ലാഹ യാ ഫാത്തിമ, മോളെ ഫാത്തിമ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ ഫാത്തിമ. വഅത്തി ഫരീളത റബ്ബികി, അല്ലാഹു എന്താണോ നിർബന്ധമാക്കിയത് അതൊക്കെ നിങ്ങൾ ചെയ്തു വീട്ടണം മോളെ. വഅമലി അമല അഹ്ലികി, നിങ്ങളുടെ വീട്ടുകാരുടെ ജോലികൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ. വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യണേ. അമല അഹ്ലികി, ഭർത്താവിന്റെ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്തു കൊടുക്കണേ. വഹ്മദി വഇദാ അഖൽതി മൽജഅകി, നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ മോളെ നിങ്ങൾ പറയണം, മോനെ അലിയെ നിങ്ങൾ പറയണം, ഫസബ്ബിഹി 33 വഹ്മദി 33, 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും വകബ്ബിരി 34, 34 തവണ അല്ലാഹു അക്ബറും ചൊല്ലി 100 പൂർത്തിയാക്കിയിട്ടേ മോളെ നിങ്ങൾ ഉറങ്ങാവൂ. ഫതിൽകൽ മിഅ ഫഹിയ ഖൈറുൽ ലകി മിനൽ ഖാദിമി, നിങ്ങൾ ചോദിച്ചു വന്ന വേലക്കാരനെക്കാളും വേലക്കാരിയെക്കാളും നിങ്ങൾക്ക് ഖൈറ് തസ്ബീഹ് ചൊല്ലലും അല്ലാഹു പറഞ്ഞത് ചെയ്യലും നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലെ ജോലി ചെയ്യലുമാണെന്ന് മോളോട് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടുകൊണ്ട് മകൾ പറഞ്ഞു, റളീതു അനില്ലാഹി വഅൻ റസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും എനിക്ക് എമ്പാടും ഇഷ്ടമാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അബൂ ദാവൂദ് റഹിമഹുമുല്ലാഹ്. അതുകൊണ്ട് പെണ്ണെ, നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന വീട്ടുജോലി അല്ലാഹുവിന് പൊരുത്തമാണ്. ഭർത്താവിന്റെ വീട് അത് കണ്ണൂർക്കാർക്ക് ബാധകല്ലല്ലോ ഉസ്താദേ, അല്ലേ? അതിനിപ്പോ ഒരു വേറെ പറയാണ്ട്, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പോകാൻ വിടൂല നിങ്ങള്. പക്ഷെ ഒരൊറ്റ ഹദീസ് പറയാ, അൽ മർഅതു വൽ മർഅതു റാഇയത്തുൻ അലാ അഹ്ലി ബൈതി സൗജിഹാ വ വലദിഹി, നിങ്ങളുടെ ഒരു പെണ്ണ്, കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെ റാഇയത്തുൻ, അവൾ ഉടമസ്ഥയാണ്, അവൾക്ക് അധികാരമുണ്ട്. അലാ അഹ്ലി ബൈതി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ പിന്നെ അർത്ഥം? വവലദിഹി, ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട്. അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ്. ഇപ്പൊ എവിടെയാ പെണ്ണ് പോയി നിൽക്കേണ്ടത്? ഭർത്താവിന്റെ വീട്ടിലാണ്. ഇപ്പോഴൊന്നും മാറ്റണ്ട, ഇത് സിസ്റ്റം ഞാൻ വിചാരിച്ചാൽ നടക്കൂല. ഞങ്ങൾക്ക് പറഞ്ഞുതരാണ്, മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം. അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കുണ്ട്, അതിന് കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്കുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ട് നബിതങ്ങളുടെ ആ ചര്യയിലേക്ക് നമുക്ക് മെല്ലെ അങ്ങോട്ട് മാറാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളൊന്നും ഇതിന് ആമീൻ പറയൂല. ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി പെണ്ണുങ്ങളെ, അതിൽ ഖൈറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ജീവിതം ഖൈറാക്കി തരുമാറാകട്ടെ. ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ, ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം, ആരാണ് മുസ്ലിം നബിയെ? മനിൽ മുസ്ലിം, ആരാണ് മുസ്ലിം നബിയെ? നബിയുടെ മറുപടി, അൻ യുസ്ലിമ ഖൽബുക ലില്ലാഹ്, നിന്റെ ഹൃദയം നീ അല്ലാഹുവിന് കൊടുത്താൽ നീയാണ് മുസ്ലിം. വയസ്ലമൽ മുസ്ലിമൂന മിൻ ലിസാനിക വയദിക, നിന്റെ നാവിൽ നിന്നും നിന്റെ ആരോഗ്യത്തിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ നീയാണ് മുസ്ലിം.
നിന്നെ കണ്ടാൽ അവർക്കറിയാം ഇവൻ ഫിത്തനക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ നീ മുസ്ലിമല്ല സഹോദരാ, മുസ്ലിമായിട്ടില്ല. നിന്നെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ട്, ഇവൻ ഫിത്തന ഉണ്ടാക്കുമോ? മുസ്ലിമായിട്ടില്ല സഹോദരാ, നീ മുസ്ലിമായിട്ടില്ല. ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കിൻ, നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യല്ല, ആരോഗ്യം കൊണ്ട് ഉപദ്രവം ചെയ്യല്ലിൻ, അവനാണ് മുസ്ലിം. നിന്റെ ഹൃദയം അല്ലാഹുവിന് സമർപ്പിക്കിൻ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ, അവരെ ബഹുമാനിക്കണം. ദീർഘായുസ് കിട്ടാനുള്ള ഒരു കാരണം ഇതാ, പ്രായമുള്ള ഒരാളെ ഒരു ചെറുപ്പക്കാരൻ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ഉപദേശിച്ചു തരാൻ അവകാശമുള്ളവരാണ് പ്രായമുള്ളവര്. അവര് പറയുമ്പോൾ ചെവി കൊടുത്ത് കേൾക്കണേ, ക്ഷമയോടുകൂടെ കേട്ടിരിക്കണേ, അനുസരിക്കണേ. ഒരു പ്രായമുള്ള ഒരാളെ ചെറുപ്പക്കാരൻ ബഹുമാനിച്ചാൽ തനിക്ക് പ്രായമാകുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ മറ്റൊരാളെ അള്ളാഹു തയ്യാർ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മഹുല്ലാഹ് അപഗ്രഥനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹിയയിൽ കാണാൻ പറ്റും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. നിനക്ക് വാർദ്ധക്യം വരെ ആയുസ് വേണമെങ്കിൽ പ്രായമുള്ളവരെ ബഹുമാനിച്ചേക്കണം. നമുക്കത് ചെയ്യാൻ പറ്റൂലേ? പ്രായമുള്ളവരെ കാണില്ലേ, അവർക്ക് സഹായം ചെയ്തു കൊടുക്കിൻ, ഒന്ന് കൈപിടിച്ചു കൊടുക്കിൻ, അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കിൻ. ഇത് നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖപ്രസന്നത, ആളുകളെ മുഖം കറുപ്പിച്ചു നോക്കല്ലിൻ, മുഖത്ത് പ്രസന്നത വേണം, മുഖത്ത് പ്രസന്നത വേണം. അല്ലാഹു തആല അങ്ങനത്തെ മുഖം തരട്ടെ. അമുസ്ലിമിനോട് പോലും മുഖപ്രസന്നതയോടെ കാണാനില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുസ്ലിമീങ്ങളോട് വേണോ ഈ മുഖം ചുളിക്കലൊക്കെ? വേണ്ട. മുഖപ്രസന്നത കൊടുക്കിൻ. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കിൻ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ലൈസ ബികദാബിൻ മൻ അസ്ലഹ ബൈന ഥലൈനി ഫഖാല ഖൈറാ. നന്മ പറഞ്ഞുകൊണ്ട് മസ്ലഹത്ത് ഉണ്ടാക്കുന്ന ആൾ എന്തെങ്കിലും നുണ പറഞ്ഞു പോയാൽ പോലും അവൻ നുണ പറഞ്ഞവനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം ഫിത്നയുള്ള പ്രശ്നങ്ങളെ ഇടപെട്ട് നന്നാക്കിയെടുക്കുക. ബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ യറൽ മുഅ്മിനു മിൻ അഖീഹി ഔറതൻ ഫയസ്തുറുഹാ അലൈഹി ഇല്ലാ ദഖലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു വഴി ഇതാണ്. എന്തെങ്കിലും മോശപ്പെട്ട ഒന്ന് തന്റെ മുസ്ലിമായ സഹോദരൻ ചെയ്യുന്നത് കാണുകയോ അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ മറച്ചു കൊടുക്കിൻ, പരസ്യപ്പെടുത്തല്ലേ. ഡെയിലി ജീവിതത്തിൽ ഇതൊക്കെ വരില്ല. ആണുങ്ങളെ പെണ്ണുങ്ങളെ, കൂടെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങൾക്കും കൂടെയുള്ള ആണുങ്ങളെ കുറിച്ച് ആണുങ്ങൾക്കും എന്തെങ്കിലും മോശപ്പെട്ടത് അറിയുമെങ്കിൽ പരസ്യപ്പെടുത്തല്ലേ. നീ അത് വാട്സപ്പിലൂടെ പറഞ്ഞയക്കല്ല, ആളുകളുടെ മുമ്പിലേക്ക് അയക്കല്ല, നീ പരസ്യമായി യൂട്യൂബിലേക്ക് വല്ലതും പോസ്റ്റ് ചെയ്യല്ല, ഹറാം ചെയ്യല്ല സഹോദര. നീ മറച്ചു വെച്ചാൽ അള്ളാഹു നിന്റെ കാലിടർച്ചകൾ മുഴുവനും നാളെ പുറത്തു തരും. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ഒരു മുസ്ലിമിന്റെ മോശപ്പെട്ടത് മറച്ചു വെച്ചാൽ അവനെ അള്ളാഹു മറച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നമുക്കിത് ചെയ്യാൻ പറ്റില്ലേ? കുല്ലു ഉമ്മതി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹുവിനെ പേടിച്ച് നിങ്ങൾ സൂക്ഷിച്ചൊഴിവാക്കണമേ. തെറ്റ് ചെയ്യല്ല. തെറ്റ് സംഭവിച്ചു പോയാൽ പരസ്യപ്പെടുത്തരുത്. ഞാൻ ഇന്നലെ വ്യഭിചരിച്ചു വന്നോ, ഒരു പെണ്ണിന്റെ കൂടെ പോയി കടന്നു വന്നോ, നിന്റെ വ്യഭിചാരത്തിന്റെ നാറിയ കഥ മുസ്ലിമിന്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കല്ലേ. കുല്ലു ഉമ്മതി മുആഫാ. എന്റെ ഉമ്മത്തികളിൽ തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ. തെറ്റ് ചെയ്തു പോയത് പരസ്യപ്പെടുത്തുന്ന ആളുകൾക്കൊഴികെ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു പുറത്തു തരട്ടെ. രോഗികളെ സന്ദർശിക്കുവിൻ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രോഗികളെ സന്ദർശിക്കാൻ പറ്റില്ലേ? അല്ലാഹുവിനെ അവിടെ കാണുമെന്നാണ്. രോഗികളെ സന്ദർശിച്ചതിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ 1000 മലക്കുകൾ നിങ്ങൾക്ക് പൊറുക്കലിന് ചോദിക്കുമെന്നാണ്. രോഗിയെ സന്ദർശിച്ചാൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അയൽവാസിക്ക് നന്മ ചെയ്യിൻ, കുടുംബ ബന്ധം ചേർത്തുവിൻ. ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു കിടക്കുമ്പോഴേക്കും ഒരുപാട് നന്മകളായി കിടക്കപ്പായിലേക്ക് കിടക്കാൻ ചെല്ലുമ്പോൾ ബിസ്മിക റബ്ബി, അല്ലാഹുവേ ഒരുപാട് നന്മ ഞാൻ ചെയ്തു റബ്ബേ. ബിസ്മിക റബ്ബി വനഅതു ജംബി. എന്റെ ശരീരം ഞാൻ ഇവിടെ കിടത്തട്ടെ അല്ലാഹ്. ഈ വിരിപ്പിലേക്ക്, ബെഡിലേക്ക്, പായിലേക്ക് ഞാൻ ചെരിഞ്ഞു കിടക്കുകയാണ്. വബിക
നീ എങ്ങാനും സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്റെ ശരീരത്തെ നീ എങ്ങാനും പിടിച്ചു വെച്ച് എന്നെ ഈ ഉറക്കത്തിൽ മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇനി നാളെ ഒരു നാളിലേക്ക് എനിക്ക് നീ ഇനിയും ജീവൻ തിരിച്ചു തരികയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പോലെ നീ എന്നെ സൂക്ഷിച്ചു തരേണമേ എന്ന് ചൊല്ലി കിടന്നുറങ്ങുന്ന മുസ്ലിമിന്റെ ഉറക്കത്തിന്റെ സമയം വരെ ആയിരക്കണക്കിന് നന്മ ചെയ്യാനുള്ള വഴിയല്ലേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് ദുആ ഇറക്കാൻ അപേക്ഷിച്ചവര്, ഏൽപ്പിച്ചവര്, എഴുതി തന്നവര്, ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ദുആ ചെയ്തു പോവാണ്. അതിന്റെ ഉസ്താദുമാരെ കഴിഞ്ഞിട്ട്